ഏപ്രിൽസ് ഗുഡ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. ജെ.സി. ജൂനിയർ എഴുതിയ നോവൽ ലൈറ്റ് ഹൗസ്, അധ്യായം 16. ബോട്ടിനുള്ളിലെ റേഡിയോ ശബ്ദിച്ചു തുടങ്ങി. നിങ്ങൾ എവിടെയാണ്? സഹായം എത്തിക്കുന്നു. ഒരു കോപ്റ്റർ അയച്ചിട്ടുണ്ട്. ഓവർ. INS ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്നുള്ള സന്ദേശം. ബോട്ടിനുള്ളിലെ റേഡിയോ സംവിധാനം തോക്കിൻ്റെ പാത്തികൊണ്ട് ഇടിച്ചു തകർക്കുകയാണ് റോമൽ ആദ്യം ചെയ്തത്. റിസീവർ നിശബ്ദമായി. റോമൽ ബോട്ട് ഓടിക്കൽ തുടർന്നു. ബട്ടനും ഇടയ്ക്കിടെ സഹായിച്ചു. പെൺകുട്ടികൾ ശത്രുക്കളെ കാണാനുണ്ടോ എന്ന് ആകാശത്തും കടലിലും നോക്കുന്നുണ്ടായിരുന്നു. പുതിയൊരാക്രമണത്തിൻ്റെ ലാഞ്ചനകളൊന്നും ദൃശ്യമായില്ല. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ഗാരി അങ്കിൾ ഉറക്കം വിട്ട് എഴുന്നേറ്റ് വന്നു. അയാൾ തികച്ചും ഉന്മേഷവാനായി കാണപ്പെട്ടു. ഒരു സിഗാർ കൊളുത്തി വലിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, ചത്തതുപോലെ കിടന്നുറങ്ങി. ഞാനൊരു കിഴവനാണെന്നും ഓർക്കണം. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്കോ? ഞങ്ങൾക്ക് ക്ഷീണമുണ്ട്, റോമൽ പറഞ്ഞു. എന്നാൽ പോയി ഉറങ്ങിക്കൊള്ളൂ. അത് ശരിയാവുമോ? ശത്രുക്കളുടെ കാര്യം? ഇനിയും ശത്രുക്കളോ? ഞാൻ അതേക്കുറിച്ച് ചിന്തിക്കുന്നേയില്ല. ഭാഗ്യമല്ല ഇപ്പോഴും നമ്മുടെ കൂടെയാണ്. റോമലും ബർട്ടനും ഉറങ്ങാനായി പോയി. വിവിയൻ അപ്പോഴും ഉറക്കമായിരുന്നു. അലീനയും ബോണയും കൂടി ഗാരി അങ്കിളിന് കാപ്പി തയ്യാറാക്കി കൊടുത്തു. ബോട്ടിനുള്ളിൽ ഭക്ഷണപാനീയങ്ങൾ ധാരാളമുണ്ടായിരുന്നു. റോമലും ബർട്ടനും 4-5 മണിക്കൂർ ഉറങ്ങി. അവർ താനെ ഉണരുകയായിരുന്നു. വിവിയൻ ഉണർന്നു കിടപ്പുണ്ടായിരുന്നു. റോമൽ എന്തോ ഓർത്തതുപോലെ ചാടി എഴുന്നേറ്റ് മേൽത്തട്ടിലേക്ക് പോയി. ഗാരി അങ്കിൾ പഴയ ഏതോ പടപ്പാട്ടും പാടിയിരുന്ന് ബോട്ട് ഓടിക്കുന്നു. പെൺകുട്ടികൾ അയാളുടെ അരികിലിരുന്ന് ഉറക്കം തൂങ്ങുന്നു. കുറച്ചുകൂടി ഉറങ്ങാമായിരുന്നല്ലോ, ഗാരി അങ്കിൾ ചോദിച്ചു. ധാരാളമായി, റോമൽ പറഞ്ഞു. സംഭാഷണം കേട്ട് പെൺകുട്ടികൾ ഉണർന്നു. ബട്ടൻ എവിടെ? ബോണ ചോദിച്ചു. താഴെ ഉണർന്നു കിടക്കുന്നു. എന്നാൽ ഞങ്ങൾ ഭക്ഷണം എടുക്കാം. ബോണയും അലീനയും കൂടി താഴേക്ക് പോയി. അവർ പെട്ടെന്ന് ഭക്ഷണം വിളമ്പി. വിവിയനെ കിടക്കയിൽ ചാരിയിരുത്തി ഭക്ഷണം കൊടുത്തു. അവന് നല്ല വേദനയുണ്ടായിരുന്നു. കാൽ നീര് വന്ന് വീർത്തിരുന്നു. കാലിന് അസഹ്യമായ ചൂടും അനുഭവപ്പെട്ടു. എനിക്ക് പനിയുണ്ട്, വിവിയൻ പരാതിപ്പെട്ടു. 6 പേരിൽ തനിക്ക് മാത്രം വെടിയേറ്റതിൽ അവന് കഠിനമായ അമർഷമുണ്ടായിരുന്നു. മറ്റാർക്കോ വരാനിരുന്ന വിപത്ത് താൻ ഏറ്റുവാങ്ങിയതാണെന്ന ഭാവേനയാണ് അവൻ പെരുമാറിയത്. അതിനാൽ അവനോട് കാരുണ്യവും ശ്രദ്ധയും കാണിച്ച് പ്രത്യേക പരിഗണനയിൽ വയ്ക്കണമെന്ന ഒരു സൂചനയും. റോമലും ബട്ടനും അലീനയും ബോണയും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിഞ്ഞ് ബട്ടനും റോമലും മുകൾ തട്ടിലേക്ക് പോയി. ഗാരി അങ്കിളിനെ വിശ്രമിക്കാൻ അയച്ച ശേഷം റോമൽ ബോട്ടിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തു. ഗാരി അങ്കിൾ താഴെ വന്നയുടൻ വിവിയൻ പരാതി പറയാൻ തുടങ്ങി. നോക്കൂ, ഞാൻ അനുഭവിക്കുന്ന വേദന ആർക്കും അറിയില്ല. എൻ്റെ അടുത്തിരുന്ന് ഒരു വാക്ക് സംസാരിക്കാൻ ആരുമില്ല. അതിനല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്, ഗാരി അങ്കിൾ ആശ്വസിപ്പിച്ചു. ഇക്കണക്കിന് എൻ്റെ നെഞ്ചിലെങ്ങാനും വെടിയേറ്റിരുന്നെങ്കിൽ ചാവും മുൻപേ നിങ്ങളെല്ലാവരും കൂടി എന്നെ കടലിലെറിഞ്ഞ് കളയുമായിരുന്നല്ലോ. നിനക്കെന്താണിപ്പോൾ വേണ്ടത്? ഒരു സിഗരറ്റ് വലിക്കുന്നോ? ഗാരി അങ്കിൾ ചോദിച്ചു. എനിക്കൊന്നും വേണ്ട. വെടിയുണ്ടയ്ക്ക് കയറിപ്പോകാൻ പറ്റുന്ന ശരീരമാണ് മനുഷ്യർക്കെല്ലാം ഉള്ളതെന്ന് ഓർമ്മിച്ചാൽ മാത്രം മതി. അതുകൊള്ളാം. അതുകൊണ്ടാണല്ലോ ഞാനും നീയുമൊക്കെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. വിവിയൻ പിണങ്ങിയ മട്ടിൽ തിരിഞ്ഞുകിടന്നു. കുഞ്ഞെ, നീ മരിച്ചില്ലല്ലോ എന്ന് ആശ്വസിക്കുക. അതെന്തുകൊണ്ടാണ്? നിന്റെ കൂട്ടുകാരുടെ ധൈര്യവും ശക്തിയും ബുദ്ധിയും കൊണ്ട്. ഈ പലായനത്തിൽ നിന്നെക്കൊണ്ട് എന്തു ഗുണമാണ് അവർക്കുണ്ടായത്? ഒരാളെ കൂടി കാത്തു സംരക്ഷിക്കേണ്ട ചുമതല അവരെ ഏൽപ്പിക്കുകയും നമ്മുടെ പരിമിതമായ ഭക്ഷണപാനീയങ്ങൾ തിന്നുകുടിച്ചു തീർക്കുകയും. ഗാരി അങ്കിൾ അവിടെ നിർത്തി. വിവിയൻ കരയാൻ തുടങ്ങിയിരുന്നു. ഞാനൊരു ശല്യമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ എന്നെ എടുത്ത് കടലിലെറിയാമല്ലോ. ഞാൻ എതിർക്കുകയൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് സുഖമായിരിക്കും. പക്ഷേ എന്നെ വെടിവെച്ചു കൊന്നിട്ടേ അങ്ങനെ ചെയ്യാവൂ. ഉപ്പുവെള്ളം കുടിച്ച് മരിക്കാൻ എനിക്കിഷ്ടമല്ല. അതുമാത്രമല്ല, നാട്ടിൽ തിരിച്ചെത്തുമ്പോൾ നിങ്ങൾ എൻ്റെ ബന്ധുക്കളോട് സത്യം പറയുകയും വേണം. വിവിയൻ ഞങ്ങൾക്കൊരു ശല്യമായിരുന്നു. അതുകൊണ്ട് അവനെ കൊന്ന് കടലിൽ തള്ളിയെന്ന്. ഗാരി അങ്കിൾ ഇതിന് മറുപടി പറയാൻ നിൽക്കാതെ കയറിക്കിടന്നു. മുകളിൽ റോമലിൻ്റെ കൂടെ കുറേ സമയം ചെലവഴിച്ച ശേഷം ബട്ടൻ വീണ്ടും ഉറങ്ങാനായി താഴേക്ക് പോന്നു. റോമൽ ഉല്ലാസവാനായി ബോട്ട് ഓടിച്ചുകൊണ്ടിരുന്നു. ചുറ്റോടു ചുറ്റും ശാന്തമായ നീലക്കടൽ മാത്രം. ഇടയ്ക്കിടെ ഒഴുകി നീങ്ങുന്ന ചെറുതും വലുതുമായ ഐസ്ബർഗുകൾ. അപകടത്തിൻ്റെ സൂചന പോലും എങ്ങുമില്ല. ബോണ ഒടുവിൽ താഴേക്ക് പോന്നു. റോമലും അലീനയും അവരുടെ സ്വകാര്യതകളിലേക്ക് കടക്കാൻ ഇഷ്ടപ്പെടുന്നതായി അവൾക്ക് തോന്നിയിരുന്നു. ബോണ പോയ ഉടൻ അലീന എഴുന്നേറ്റ് വന്ന് റോമലിനോട് ചേർന്ന് നിന്ന് കടലിലേക്ക് നോക്കി. ബോട്ട് ഓടിക്കാൻ പഠിക്കണോ? റോമൽ ചോദിച്ചു. അതിൻ്റെ ആവശ്യം വരില്ല, അലീന ചിരിച്ചു. അവൾ റോമലിൻ്റെ കഴുത്തിലൂടെ കൈകൾ ചുറ്റി ദേഹത്തോട് ഒട്ടിനിന്നു. നമ്മൾ രക്ഷപ്പെടുമെന്ന് തോന്നുന്നു അല്ലേ? അവൾ ചോദിച്ചു. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുകയില്ലല്ലോ.
റോമൽ അവളുടെ മുഖം മുന്നോട്ട് ചായച്ച് കവിളിൽ ചുംബിച്ചു. അലീന പിറകിൽ നിന്നും വലതുവശത്തേക്ക് വന്നു. അവൾ അവൻ്റെ ചുണ്ടുകളിൽ മൃദുവായി ഉമ്മ വെച്ചു. ബോണ ഇറങ്ങിച്ചെല്ലുമ്പോഴേക്കും ബട്ടൺ കിടന്നു കഴിഞ്ഞിരുന്നു. ക്യാബിനുള്ളിൽ മങ്ങിയ ഇരുട്ട് തങ്ങി നിന്നു. ബട്ടന് അഭിമുഖമായുള്ള സോഫയിൽ ബോണ കിടന്നു. രണ്ടുപേർക്കും പരസ്പരം കാണാമായിരുന്നു. ബട്ടൻ്റെ മുഖത്തേക്ക് നോക്കിക്കിടക്കവേ ആ കണ്ണുകൾക്ക് തിളക്കം വർദ്ധിച്ചു വരുന്നതായി ബോണയ്ക്ക് തോന്നി. അയാൾ തൻ്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കുകയാണെന്നും. തിരകളിൽ പെട്ടുള്ള ബോട്ടിൻ്റെ ചാഞ്ചാട്ടത്തിൽ രണ്ടുപേരും മെല്ലെ ഇളകിക്കൊണ്ടിരുന്നു. ഉറങ്ങുന്നില്ലേ? ബോണ പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. ബട്ടൻ മറുപടിയൊന്നും പറയാതെ എഴുന്നേറ്റ് അവളുടെ അടുത്ത് ചെന്നു. ബോണ പിടഞ്ഞെണീൽക്കാൻ ശ്രമിക്കുമ്പോഴേക്കും അവൻ്റെ മുഖം അവളുടെ മുഖത്തെ മൂടിക്കഴിഞ്ഞിരുന്നു. അവനെ തള്ളി മാറ്റണമെന്ന് ആദ്യം വിചാരിച്ചുവെങ്കിലും അവൻ്റെ ചുംബനങ്ങൾക്ക് വിധേയയായി അവൾ അനങ്ങാതെ കിടന്നു. ബട്ടൻ ഇടയ്ക്ക് മുഖമുയർത്തി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. തനിക്ക് കീഴടങ്ങിക്കൊള്ളാനുള്ള ശാസനം അതിലുണ്ടെന്ന് ബോണയ്ക്ക് തോന്നി. മൃഗീയമായ ഒരുതരം അധികാരഭാവവും അവകാശത്തീർപ്പും അത് ബോണയെ ചൊടിപ്പിച്ചു. അവൾക്ക് അവനെ സ്നേഹമായിരുന്നു. പ്രേമവും ആരാധനയും കലർന്ന സ്നേഹം. ഈ സാഹസിക യാത്ര ആരംഭിച്ചപ്പോൾ മുതൽ. എങ്കിലും ഒരിക്കലും അത് അവൾ വെളിപ്പെടുത്തിയില്ല, സൂചന നൽകിയതുമില്ല. ഞാനൊരു ധീരനാണ്, എൻ്റെ സംരക്ഷണയിലാണ് നീ. ധീരന്മാർക്ക് അവകാശപ്പെട്ടതാണ് ശക്തി കൊണ്ട് നേടാവുന്ന സകലതും എന്നൊക്കെ അവൻ പറയുന്നുണ്ടെന്ന് തോന്നി. ബട്ടൻ വീണ്ടും അവളെ ചുംബിക്കാൻ ഭാവിച്ചപ്പോൾ ബോണ ആ മുഖം തള്ളിമാറ്റി. ഒരു സ്കൂൾ കുട്ടിയോട് ആജ്ഞാപിക്കുന്നതുപോലെ അവൾ പറഞ്ഞു, പോയി കിടന്നുറങ്ങ്. ബട്ടന് ക്ഷീണം തോന്നി. അവൻ അവളെ ബലമായി ചുംബിക്കാൻ ശ്രമിച്ചു. ബോണ ശക്തിയായി എതിർത്തു. ഒരു വിനോദമെന്ന മട്ടിൽ തുടങ്ങിയ മൽപ്പിടുത്തം പെട്ടെന്ന് കാര്യമായി. ബലാത്കാരമായി ഇവളെ കീഴടക്കി അടങ്ങുമെന്ന് ബട്ടനും വാശിയായി. തോൽക്കാൻ അവന് മനസ്സിലായിരുന്നു. മാത്രമല്ല, സ്ത്രീകളുടെ ബലഹീനതയെക്കുറിച്ചും അവൻ ആവശ്യത്തിലധികം ബോധവാനായിരുന്നു. ബലം പ്രയോഗിച്ച് തന്നെ കീഴടക്കാൻ അനുവദിക്കില്ലെന്ന് ബോണയും നിശ്ചയിച്ചു. സങ്കൽപ്പിച്ചിരുന്നതിലും ഇരട്ടിക്കരുത്ത് ബോണ പ്രകടിപ്പിച്ചപ്പോൾ ബട്ടൻ്റെ വാശിയും ഇരട്ടിയായി. അവളെ അനായാസം തോൽപ്പിക്കാമെന്ന തൻ്റെ കണക്കുകൂട്ടൽ പാളിപ്പോയതിൽ അതിശയിക്കുകയും ചെയ്തു. രണ്ടുപേരും കെട്ടിമറിഞ്ഞ് പ്ലാറ്റ്ഫോമിൽ വീണു. ബോണ ഇടയ്ക്ക് മുറുമുകയും ചീറുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ശബ്ദം കേട്ട് ഗാരിയങ്കൾ വന്നു നോക്കുമ്പോൾ രണ്ടുപേരും തറയിൽ കിടന്ന് ഗുസ്തി പിടിക്കുകയാണ്. ആദ്യത്തെ അമ്പരപ്പ് പെട്ടെന്ന് മാറി. ബോണ നല്ല ആത്മവിശ്വാസത്തോടെ പിടിച്ചു നിൽക്കുന്നുണ്ട്. മാത്രമല്ല, ഈ കളി മറ്റുള്ളവരാരും അറിയാതിരിക്കാൻ രണ്ടുപേരും അങ്ങേയറ്റം ശ്രദ്ധിക്കുന്നുണ്ടെന്നും മനസ്സിലായി. ഗാരിയങ്കൾ ശബ്ദം കേൾപ്പിക്കാതെ നേരെ മുകളിൽ ചെന്ന് റോമലിനെയും അലീനയെയും വിളിച്ചു. ബോട്ട് നിർത്തിയിട്ട് വാ, 2 സെക്കൻഡ്, ഒരു കാഴ്ച. റോമൽ അലീനയെയും കൂട്ടി താഴെ ഇറങ്ങി വന്നു. അവർ വന്ന് നോക്കുമ്പോഴും മൽപ്പിടുത്തം തുടരുകയാണ്. തിരിഞ്ഞു മറിഞ്ഞു വന്നതിനിടയിൽ എപ്പോഴോ ബട്ടൺ കാണികളെ കണ്ടു. രണ്ടുപേരും പിടഞ്ഞെഴുന്നേറ്റു. ഉഗ്രൻ, ഒന്നാം തരം. ഗാരിയങ്കൾ കൈയടിച്ചു. പണ്ട് ലിവർപൂളിലെ ഗോദയിൽ വെച്ച് ഒരെണ്ണം കണ്ടതിനു ശേഷം ഇന്നാദ്യമായാണ് ഗുസ്തി കാണുന്നത്. ക്യാരിയോൺ. ബട്ടൻ്റെയും ബോണയുടെയും മുഖം തൊട്ടൽ ചോരകിനിയും പോലെ ചുവന്നു തുടുത്തിരുന്നു. അവർ ശക്തിയായി കിതയ്ക്കുന്നുണ്ടായിരുന്നു. ബോണ വേഗം എഴുന്നേറ്റ് സോഫമേൽ കയറിക്കിടന്നു. ബട്ടൺ താൻ കിടന്ന സ്ഥലത്തേക്കും പോയി. ഗാരിയങ്കളും റോമലും അലീനയും പിൻവാങ്ങി. ബട്ടൺ പിന്നെ ബോണയെ തിരിഞ്ഞു നോക്കിയതേയില്ല. അവൾക്കെതിരെ പുറംതിരിഞ്ഞു കിടക്കുകയായിരുന്നു അവൻ. ബട്ടൺ ബോണയോട് ശരിക്കും പിണങ്ങിക്കഴിഞ്ഞുവെന്ന് പിന്നീട് അവൻ്റെ പെരുമാറ്റത്തിൽ നിന്നും കൂട്ടുകാർക്കെല്ലാം മനസ്സിലായി. അവൾ അടുത്തു വരുന്ന ഒരു സന്ദർഭമുണ്ടാവാതിരിക്കാൻ അവൻ അങ്ങേയറ്റം ജാഗ്രത പാലിക്കുന്നുണ്ടായിരുന്നു. ബോണയോട് അവൻ സംസാരിച്ചതേയില്ല. അവൾ തയ്യാറാക്കി കൊടുത്ത കാപ്പിയും വിളമ്പിക്കൊടുത്ത ഭക്ഷണവും കഴിച്ചില്ല. മുഖമുയർത്തി അവളെ ഒന്ന് നോക്കിയതുപോലുമില്ല. അവൻ കടുത്ത വൈരാഗ്യത്തിലായിരുന്നു. മൽപ്പിടുത്തത്തിൽ ബോണയെ കീഴടക്കാൻ കഴിയാതിരുന്നതിനേക്കാൾ അവന് നാണക്കേടുണ്ടാക്കിയത് ആ രംഗം കൂട്ടുകാരെല്ലാം കണ്ടു എന്നതായിരുന്നു. രാവും പകലുമെന്നില്ലാതെ ബോട്ട് ഓടിക്കൊണ്ടിരുന്നു. അടുത്ത ദിവസം വൈകുന്നേരം കാലാവസ്ഥയിൽ പ്രകടമായ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. കമ്പിളിക്കുള്ളിൽ പോലും അസ്ഥികളെ മരവിപ്പിക്കുന്ന കൊടും ശൈത്യം, ശീതക്കാറ്റും മഞ്ഞുവീഴ്ചയും. രാത്രിയിൽ ബോട്ട് ഒരു കൊച്ചു ഹിമത്തുരുത്തിലടുപ്പിച്ചു. രാത്രി മുഴുവൻ അവർ തണുത്തു വിറച്ച് ഉറങ്ങാൻ കഴിയാതെ ബോട്ടിനുള്ളിൽ കഴിഞ്ഞുകൂടി. പിറ്റേന്ന് പ്രഭാതമായി. ഓരോരുത്തരായി ഉണർന്ന് പുറത്തു വന്നു. അപ്പോൾ കണ്ട കാഴ്ച അവരെ നടുക്കി. ഇന്നലെ കണ്ട കൊച്ചുതുരുത്ത് വിശാലമായ ഒരു ദ്വീപായി വളർന്നിരിക്കുന്നു. ചുറ്റോടു ചുറ്റും മഞ്ഞു ഭൂമി മാത്രം. ബോട്ട് മഞ്ഞിൽ ഉറച്ചു പോയിരിക്കുന്നു. ദൂരെയൊരു നീലരേഖ പോലെ കടൽ. അധ്യായം 17. ബോട്ട് ചലിക്കുകയില്ല. അത് മഞ്ഞിൽ ഉറച്ചു കഴിഞ്ഞു. നമ്മളിവിടെ കുടുങ്ങി. ഗാരിയങ്കിൾ പറഞ്ഞു. 0 താഴെ 53 ഡിഗ്രിയാണ് തണുപ്പ്, റോമൽ അറിയിച്ചു. കമ്പിളിക്കുള്ളിൽ നിന്നും വിരൽ പുറത്തേക്ക് നീട്ടിയാൽ
അത് പിന്നെ മുറിച്ചു കളയേണ്ടി വരുന്ന അവസ്ഥ. ബോട്ടിന് ചുറ്റും മഞ്ഞപ്പരപ്പ് മാത്രം. അപ്പോൾ ഇനി നമുക്ക് യാത്ര തുടരണമെങ്കിൽ മഞ്ഞുരുകണം. അലീന പറഞ്ഞു. അതേ നിവൃത്തിയുള്ളൂ. എല്ലാവരും ബോട്ടിനുള്ളിൽ തന്നെ കഴിഞ്ഞുകൂടി. മുഖം മാത്രമേ മൂടാതിരുന്നുള്ളൂ. കവിളും മൂക്കും ചുണ്ടുകളും ഓരോ ഐസുകട്ടകളാണെന്ന് തോന്നുമായിരുന്നു. ഇത് എത്ര ദിവസത്തേക്ക് കാണും? ബോണ റോമലിനോടായി ചോദിച്ചു. ആരറിഞ്ഞു? പറയാനൊക്കില്ല. അന്തരീക്ഷത്തിൽ ഊഷ്മാവുണ്ടായാൽ മഞ്ഞുരുകി മാറും. ഇത് മാസങ്ങളോളം നീണ്ടാലോ? നമ്മൾ വിശന്നും മരവിച്ചും ചാവും. കടലിൻ്റെ ഉപരിതലം ഉറച്ചു കട്ടിയായിരിക്കുകയാണ്. ബോട്ടിൽ നിന്നിറങ്ങിയാൽ കടൽ പരപ്പിലൂടെ നേരെ നടന്നു പോകാം. അലീന ബോട്ടിൽ നിന്നിറങ്ങാൻ തുനിഞ്ഞപ്പോൾ ഗാരിയങ്കിൾ തടഞ്ഞു. വെള്ളത്തിനു മീതെ മഞ്ഞുപാളിക്ക് എത്ര കനമുണ്ടെന്ന് നമുക്കറിഞ്ഞുകൂടാ. ഇടയ്ക്ക് വെച്ച് മഞ്ഞുടഞ്ഞാൽ വെള്ളത്തിൽ വീഴും നിശ്ചയം. വെള്ളത്തിൽ വീണാൽ പിന്നെ കരയ്ക്ക് കയറ്റിയിട്ടും ഫലമൊന്നുമില്ല, മരവിച്ച് ചാവുകയേയുള്ളൂ. ഗാരിയങ്കിൾ തണുത്തുപോയ സിഗരറ്റിലെ പുകയില എടുത്തുവെച്ച് ചവച്ചുകൊണ്ടിരുന്നു. ബോട്ടിൻ്റെ വക്കിൽ വന്നിരുന്ന അയാൾ പുകയിലച്ചാർ പുറത്തേക്ക് തുപ്പി. പക്ഷേ കുടിനീർ ഒരു പൊട്ടൽ ശബ്ദത്തോടെയാണ് ചുണ്ടുകളുടെ വെളിയിലേക്ക് വരുന്നത്. അപ്പോൾ തന്നെ അത് മഞ്ഞുകട്ടിയായി ചുണ്ടിന് താഴെ പറ്റിപ്പിടിക്കുന്നു. പലതവണയായപ്പോഴേക്കും ഗാരിയങ്കിളിൻ്റെ താടി മഞ്ഞ നിറമുള്ള മഞ്ഞുകൊണ്ട് പൊതിഞ്ഞതുപോലെയായി. പിന്നെ അത് താടി മീശയിലേക്കും വ്യാപിച്ചു. ഗാരിയങ്കിൾ ഇടയ്ക്കിടെ ഈ മഞ്ഞു താടി ഒടിച്ചു കളഞ്ഞുകൊണ്ടിരുന്നു. ഇതിനിടയിൽ റോമൽ ബോട്ടിനുള്ളിൽ നിന്നും ഒരു കമ്പി ഇളക്കിക്കൊണ്ടുവന്ന് മഞ്ഞുപാളികളിൽ ഇടിച്ചു നോക്കി. മഞ്ഞുപാളിക്ക് എത്ര കനമുണ്ടെന്നറിയാനായിരുന്നു അത്. എന്നാൽ മഞ്ഞുപാളികൾ ഉടയാതെ തന്നെ നിന്നു. അടുത്ത ദിവസം റോമലും അലീനയും തുരുത്തിൽ നടക്കാനിറങ്ങി. കടലും തുരുത്തും തമ്മിൽ കഷ്ടിച്ച് തിരിച്ചറിയാമെന്നേ ഉള്ളൂ. ദൂരെയെങ്ങും പോകരുത്. തുരുത്ത് കുറച്ചേയുള്ളൂ. മഞ്ഞിനടിഭാഗം കടലാണെന്നും ഓർമ്മ വേണം. ഗാരിയങ്കിൾ മുന്നറിയിപ്പ് നൽകി. റോമലും അലീനയും ദ്വീപിൽ അവിടെവിടെ ചുറ്റി നടന്നു. കുറെ കഴിഞ്ഞ് അവർ ബോട്ടിൽ തിരിച്ചെത്തി. അതിനുശേഷം ബട്ടൻ ഒറ്റയ്ക്ക് നടക്കാൻ പോയി. അല്പം കഴിഞ്ഞപ്പോൾ ബോണയും ഇറങ്ങി. മഞ്ഞിൽ പതിഞ്ഞു കിടന്ന ബട്ടൻ്റെ കാൽപ്പാടുകളിൽ ശ്രദ്ധിച്ച് ചവിട്ടിക്കൊണ്ട് ബോണ അവൻ്റെ പിന്നാലെ നീങ്ങി. അവൾ വേഗത കൂട്ടിയപ്പോഴെല്ലാം ബട്ടനും വേഗത കൂട്ടി. തൻ്റെ അടുത്തെത്താൻ ബോണയെ അവൻ അനുവദിച്ചതേയില്ല. ബോണ പുറകിൽ നിന്ന് വിളിച്ചെങ്കിലും അവൻ ചെവി കൊടുത്തില്ല. അവൻ തുരുത്തിൻ്റെ അങ്ങേയറ്റത്തെത്തി. അപ്പോഴും ബോണ പിന്നാലെയുണ്ട്. വല്ലാത്തൊരു ആവേശവും വാശിയും ബട്ടനെ ബാധിച്ചിരുന്നു. അവൻ നേരെ കടൽ പരപ്പിലുറഞ്ഞ മഞ്ഞു പാളിക്ക് മീതെ കൂടി നടന്നു. കൈവീശി പകയോടെ അവൻ നീങ്ങുന്നത് കണ്ട് ബോണ ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു. മഞ്ഞുപാളി ഉടഞ്ഞാൽ അവൻ കടലിനടിയിൽ. ബട്ടൻ, തിരിച്ചു വരൂ. ബോണ തുരുത്തിൻ്റെ വക്കത്തെത്തി നിന്നു. ഉച്ചത്തിൽ വിളിച്ചു. അവളുടെ പരിഭ്രാന്തി നിറഞ്ഞ വിളിയൊച്ച ബട്ടനെ കൂടുതൽ വാശി പിടിപ്പിച്ചതേയുള്ളൂ. ബോണ ഉച്ചത്തിൽ നിലവിളിച്ചു കരഞ്ഞു. ബഹളം കേട്ട് റോമലും അലീനയും ഓടിയെത്തി. പുറകെ ഗാരിയങ്കിളും. ബട്ടൻ കടൽപ്പരപ്പിന് മീതെ നടക്കുകയാണെന്ന് കണ്ട് ഗാരിയങ്കിൾ നടുങ്ങി. ബട്ടൻ, തിരിച്ചു വരൂ, അയാൾ വിളിച്ചു പറഞ്ഞു. റോമലും അലീനയും അയാളെ തന്നെ വിളിക്കുകയായിരുന്നു. ബട്ടൻ നടപ്പ് നിർത്തി. എല്ലാവരും എന്തിനിങ്ങനെ ഭയപ്പെടുന്നു? ഞാൻ തികച്ചും സുരക്ഷിതനാണ്. നിങ്ങൾ കാണുന്നില്ലേ, എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന മട്ടിൽ നോക്കി. പിന്നെ സാവധാനം ചുവടുവെച്ചു. 4 ചുവട് പിന്നിട്ടപ്പോഴേക്കും എവിടെയോ മഞ്ഞുപാളി ഉടഞ്ഞു. മുകളിലേക്ക് കടൽ വെള്ളം ഇരിച്ചു കയറി. ചരിഞ്ഞു താഴാൻ തുടങ്ങിയ മഞ്ഞുപാളിയിൽ നിന്നും ബട്ടൻ അടുത്തതിലേക്ക് കുതിച്ചു ചാടി. ചാട്ടത്തിൻ്റെ ഭാരം കൊണ്ട് അത് മുടഞ്ഞു. ബട്ടൻ പ്രാണഭീതിയോടെ ഉടൻ അതിൽ നിന്നും കുതിച്ചു. കരയിൽ നോക്കി നിന്നവർ ഉറക്കെ നിലവിളിച്ചു പോയി. ഇത്തവണ ബട്ടൻ നിന്ന മഞ്ഞുപാളി കുറെ വലുതായിരുന്നു. എങ്കിലും മറ്റുള്ളവയിൽ നിന്നും വേർപെട്ട് അത് നീങ്ങാൻ തുടങ്ങി. രണ്ടും കൽപ്പിച്ച് അടുത്തതിലേക്ക് ചാടുകയെ നിർവാഹമുണ്ടായിരുന്നുള്ളൂ. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന പലക കഷ്ണങ്ങളുടെ മീതെ കൂടി എന്ന പോലെ അയാൾ വിണ്ടുപൊട്ടിയ മഞ്ഞുകട്ടകളിലൂടെ ചാടിച്ചാടി വല്ല വിധേനയും കരപറ്റി. ബോണ ചുണ്ടുകടിച്ച് കരച്ചിലടക്കാൻ ശ്രമിച്ചുകൊണ്ട് ബോട്ടിലേക്ക് ഓടിപ്പോയി. റോമലും അലീനയും അപ്പോഴും സ്തബ്ധരായി നിൽക്കുകയായിരുന്നു. ജീസസ്, അതൊരു രക്ഷപ്പെടലായിരുന്നു. അലീന നെഞ്ചിൽ കൈകൾ പിണച്ചു പറഞ്ഞു. കരയിൽ കാൽ കുത്തിയ ഉടൻ ഗാരിയങ്കിൾ മുൻപോട്ട് ചെന്ന് ശകാരം കൊണ്ട് ബട്ടനെ അഭിഷേകം കഴിച്ചു. കോപവും വ്യസനവും കൊണ്ട് ഗാരിയങ്കിൾ കരഞ്ഞു പോകുമെന്നായി. നീ പിന്നെന്തിന് ഇവിടം വരെ വന്നു? നേരത്തെ കടലിൽ ചാടി മുങ്ങിച്ചത്തുകൊള്ളാമായിരുന്നില്ലേ? ഒരു വീരൻ. മഞ്ഞുകട്ടകളുടെ മീതെയുള്ള സർക്കസ് ഞങ്ങളാരും കണ്ടിട്ടില്ലല്ലോ. കൊച്ചുകുട്ടിയല്ലല്ലോ നീ. മനുഷ്യൻ വെറുതെ പൊട്ടൻ കളിക്കരുത്. ഞാൻ നേരത്തെ മുന്നറിയിപ്പ് തന്നിരുന്നതല്ലേ. ബട്ടൻ ഒന്നും മിണ്ടാതെ തലകുനിച്ച് ബോട്ടിനകത്തേക്ക് നടന്നു. പുറകെ റോമലും അലീനയും ഗാരിയങ്കിളും. ബട്ടൻ കയറി ചെല്ലുമ്പോൾ വിവേൻ അകത്ത് കിടന്ന് തന്നെത്താൻ പിറുപിറുക്കുകയും പരാതി പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാവരും തന്നെ തനിച്ചാക്കിയിട്ട് പോയത് അവന് ഇഷ്ടമായില്ല. പോരാ, അവൻ്റെ മേൽ ശ്രദ്ധ പോരാ, പരിഗണന പോരാ. അതേക്കുറിച്ചാണ് പരാതി.
കാലിന് വെടിയേറ്റതിനാൽ മറ്റുള്ളവരെ പോലെ ഓടിച്ചാടി നടക്കാൻ കഴിയുന്നില്ല. അതിനാഗ്രഹമുണ്ട് താനും. പോരെങ്കിൽ കാലിൻ്റെ അസഹ്യമായ വേദനയും. കാലിലെ മുറിവ് ചില ദിവസങ്ങളിൽ ഉണങ്ങി വരുന്നതായി തോന്നും. എന്നാൽ ഉള്ളിൽ പഴുപ്പ് കെട്ടി വിങ്ങുന്ന വേദനയും ഉണ്ടാകും. ശൈത്യം കാരണം കമ്പിളി വസ്ത്രങ്ങൾ കൊണ്ട് മൂടിക്കെട്ടി വച്ചിരുന്നതിനാൽ ശരിയായ വായുസഞ്ചാരം മുറിവിലേക്കുണ്ടായതുമില്ല. ആ മുറിവുണങ്ങാൻ വേണ്ടുന്ന ശരിയായ മരുന്നുകളോ ചികിത്സാ സൗകര്യമോ ബോട്ടിലുണ്ടായിരുന്നില്ല താനും. മുറിവ് ഭേദമാകാതെ, എന്നാൽ കൂടുതൽ അപകടകരമാകാതെ അങ്ങനെ തുടർന്നു. ഗാരിയങ്കിൾ ബോട്ടിലേക്ക് വന്നതോടെ വിവിയൻ്റെ പിറുപിറുക്കൽ ശമിച്ചു. രാത്രിയിൽ ഓരോരുത്തരും അവരവരുടെ സ്ഥാനങ്ങളിൽ ബ്ലാങ്കറ്റിനുള്ളിൽ ചുരുണ്ടുകൂടി കിടന്നു. വെളിയിൽ ശൈത്യം മുറിഞ്ഞ കാറ്റ് വീശിക്കൊണ്ടിരുന്നു. മുഖത്ത് ചൂടുള്ള സ്പർശനമേറ്റ് ബർട്ടൻ മയക്കം വിട്ടുണർന്നു. തനിക്കരികിൽ ബോണ ഇരിക്കുന്നത് അയാൾ അരണ്ട വെളിച്ചത്തിൽ കണ്ടു. അവളുടെ മിഴികളിൽ കുടുങ്ങിക്കിടന്ന കണ്ണുനീർ തുള്ളികളുടെ തിളക്കവും. അവൾ ചൂടാറുന്ന കൈത്തലം കൊണ്ട് അവൻ്റെ ശിരസിലും കവിളണകളിലും മെല്ലെ തലോടി. ബർട്ടൻ അനങ്ങാതെ കിടന്നു. ഒടുവിൽ ബോണ അവൻ്റെ മുഖത്തേക്ക് മുഖമർപ്പിച്ചു. അവളുടെ ചുണ്ടുകൾ അവൻ്റെ മുഖത്തെ ഓമനിച്ചുകൊണ്ടിരുന്നു. ഇടയ്ക്കിടെ അവൻ്റെ മുഖത്തേക്ക് അടർന്നു വീണുകൊണ്ടിരുന്ന ചുടുനീർത്തുള്ളികളെ അവൾ അതരം കൊണ്ട് തുടച്ചുമാറ്റി. താൻ ദിവ്യമായി ആരാധിക്കപ്പെടുകയാണെന്ന് അവനറിഞ്ഞു. പതുക്കെ, ഏറ്റവും മൃദുവായി അവൻ തൻ്റെ കൈകൾ കൊണ്ട് അവളെ പൊതിഞ്ഞു. പൂർണ്ണമായും അവനിലേക്ക് ഒതുങ്ങിക്കൊണ്ടും നനഞ്ഞു വിറയാർന്ന സ്വരത്തിൽ അവൾ മന്ത്രിച്ചു, "ഞാൻ നിന്നെ സ്നേഹിക്കുന്നു." വീർപ്പടക്കി ഒരു നിമിഷം കാത്ത ശേഷം അവൾ കൂട്ടിച്ചേർത്തു, "എന്നെ ഞാൻ നിനക്ക് തരികയാണ്." അവനവളെ ഏറ്റുവാങ്ങി. പിറ്റേന്ന് ബോണയും ബർട്ടനും ഇണങ്ങിയിരിക്കുന്നതായി കണ്ട് ഗാരിയങ്കിൾ അതിശയിച്ചു. അവർ എപ്പോഴാണ് ഇണങ്ങിക്കൂടിയതെന്ന് അയാൾക്ക് മനസ്സിലായില്ല. ആ പിണക്കം അങ്ങനെ അവസാനിച്ചു. എല്ലായ്പ്പോഴും ബർട്ടനും ബോണയും ഒന്നിച്ചായിരുന്നു. തുരുത്തിൽ നടക്കാൻ പോകുമ്പോഴും, ബോട്ടിനുള്ളിലായിരിക്കുമ്പോഴും, വെളിയിൽ സൊറ പറഞ്ഞിരിക്കുമ്പോഴും റോമലിനും ഗാരിയങ്കിളിനും അവരെ പരിഹസിക്കാൻ ധാരാളം സന്ദർഭങ്ങളുണ്ടായി. അവരതൊന്നും വിട്ടുകളഞ്ഞുമില്ല. "കഷ്ടം, ഞാനിവിടെ ചാവാൻ കിടക്കുന്നു. അവരെല്ലാവരും പ്രേമിക്കുകയാണ്." വിവിയൻ തന്നെത്താൻ പരാതി പറഞ്ഞു. പ്രേമിക്കാൻ പറ്റിയ കാലാവസ്ഥയും സ്ഥലവും സന്ദർഭവും. കിഴവൻ അതെല്ലാം കണ്ട് രസിക്കുകയാണ്. എൻ്റെ കാൽ മുറിച്ചു കളയാതെ വയ്യെന്നായിരിക്കുന്നു. ആര് ശ്രദ്ധിക്കാൻ? വിവിയൻ്റെ പരാതി കേൾക്കാൻ ആരുമുണ്ടായില്ല. 2 ആഴ്ചയോളം അവർക്ക് ആ തുരുത്തിൽ തങ്ങേണ്ടി വന്നു. ബോട്ടിലുണ്ടായിരുന്ന ഭക്ഷണ സാധനങ്ങൾ തീർന്നു. തുരുത്തിലൊന്നും കണ്ടുകിട്ടാനുമില്ല. INSൻ്റെ ഭീഷണി ഏറെക്കുറെ തീർന്നതായി എല്ലാവരും ആശ്വസിച്ചു. 2 ആഴ്ചയായിട്ട് അന്വേഷണമൊന്നുമില്ല. ഇനിയും വന്നുകൂടുന്നില്ല. കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് അവർ അടങ്ങിയിരിക്കുകയാവും. ബോട്ടുകൾക്കല്ലേ നമ്മുടെ അടുത്തേക്ക് വരാൻ സാധിക്കാതെയുള്ളൂ. വിമാനങ്ങൾക്കാകാമല്ലോ, അലീന അഭിപ്രായപ്പെട്ടു. നമ്മളെ പിടികൂടിയ വിവരം ഏതായാലും INS അറിഞ്ഞതാണ്. ബോട്ട് മുങ്ങി നമ്മളെല്ലാം കടലിൽ മുങ്ങിച്ചത്ത് കാണുമെന്നായിരിക്കും ഇപ്പോഴവരുടെ ധാരണ. അതുകൊണ്ട് ഇനി അന്വേഷണം ഉണ്ടാകാൻ വഴിയില്ല, ഗാരിയങ്കിൾ പറഞ്ഞു. INSനെ ഭയപ്പെടേണ്ട, ശരി തന്നെ. പക്ഷേ ഭക്ഷണം കഴിക്കണ്ടേ? കാലാവസ്ഥയ്ക്ക് മാറ്റം കണ്ടു തുടങ്ങിയിരുന്നു. കടലിലെമ്പാടും മഞ്ഞുകട്ടകൾ ഉടഞ്ഞ് ജലപ്പരപ്പ് പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. ശൈത്യം ക്രമേണ കുറഞ്ഞു വന്നു. വലിയ മഞ്ഞുപാളികൾ വിണ്ടുപൊട്ടി കടലിൽ ഒഴുകി നടന്നു. എങ്കിലും യാത്രയ്ക്ക് പറ്റിയ വിധം കടൽപ്പരപ്പ് പൂർണ്ണമായി തെളിയാൻ 2 ദിവസം വേണ്ടിവന്നു. ആ 2 ദിവസവും അവർ പട്ടിണിയിലായിരുന്നു. അടുത്ത ദിവസം പ്രഭാതത്തിൽ തുരുത്തിൽ നിന്നും അവർ യാത്ര തിരിച്ചു. ഇപ്പോൾ ഭക്ഷണമായിരുന്നു അവർക്ക് പ്രധാനം. ആഹാരം കിട്ടാവുന്ന ഏതെങ്കിലും സ്ഥലം കണ്ടെത്തുക. ഒരു പകലും രാത്രിയും അവർ യാത്ര ചെയ്തു. ബോട്ടിനുള്ളിൽ എല്ലാവരും തളർന്നവശരായി കഴിഞ്ഞിരുന്നു. എവിടെയെങ്കിലും കര കണ്ടാൽ മതിയെന്നായി. കുറെ കൂടി യാത്ര ചെയ്തപ്പോൾ വളരെ അകലെ കരയുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. അതൊരു വലിയ ദ്വീപാണെന്ന് തോന്നുന്നു. ദൂരദർശിനിയിലൂടെ നോക്കിയിട്ട് റോമൽ പറഞ്ഞു. ഏതായാലും ഗാരിയങ്കിൾ അവിടേക്ക് തന്നെ ബോട്ടോടിച്ചു. ബോട്ട് കരയ്ക്കടുക്കാറായപ്പോൾ ദ്വീപിൽ ധാരാളം മനുഷ്യർ ചലിക്കുന്നതും മറ്റും കാണായി. അവർ നങ്കൂരമിറക്കാൻ ആലോചിക്കുമ്പോഴേക്കും കുറെ തോണികൾ കരയിൽ നിന്നും തങ്ങളുടെ അടുത്തേക്ക് തുഴഞ്ഞു വരുന്നതായി കണ്ടു. അവർ ബോട്ടിന് ചുറ്റും വന്ന് വളഞ്ഞു നിന്ന് ഉച്ചത്തിൽ അട്ടഹാസങ്ങൾ മുഴക്കി. അർദ്ധനഗ്നരും പ്രാകൃതരുമായ ഒരു പറ്റം മനുഷ്യർ. അവരുടെ ഭാഷ ബോട്ടിൽ ആർക്കും മനസ്സിലായില്ല. ഇവർ ആക്രമണകാരികളാണെങ്കിൽ ചെറുക്കണ്ടേ? തോക്കെടുത്തുകൊണ്ട് റോമൽ ചോദിച്ചു. വേണ്ട, അത് അപകടമാണ്. ഇവർ കുഴപ്പക്കാരായിരിക്കുകയില്ല. മാത്രമല്ല, നമുക്ക് ഭക്ഷണം വേണം താനും, ഗാരിയങ്കിൾ പറഞ്ഞു. അപ്പോഴേക്കും കരയിൽ നിന്നും 100 കണക്കിന് തോണികൾ പാഞ്ഞുവന്ന് ബോട്ടിനെ വളഞ്ഞു. അപരിഷ്കൃതരായ ആ മനുഷ്യർ തോണികൾ ബോട്ടിനോടടുപ്പിച്ചു. അനേകം പേർ ബോട്ടിലേക്ക് കയറി. വളരെ പെട്ടെന്ന് തന്നെ ബോട്ടിലുണ്ടായിരുന്ന 6 പേരെയും പിടിച്ചുകെട്ടി. അവർ ആഹ്ലാദത്തോടെ ഉച്ചത്തിൽ അട്ടഹസിക്കുന്നുണ്ടായിരുന്നു. ക്യാനിബൽസ് ആണെന്ന് തോന്നുന്നു, അലീന ഭീതിയോടെ പിറുപിറുത്തു.
എല്ലാവരുടെയും കയ്യിൽ മത്സ്യത്തിൻ്റെ അസ്ഥികൾ കൊണ്ടുണ്ടാക്കിയ ആയുധങ്ങളുണ്ടായിരുന്നു. അധ്യായം 18. ഇരച്ചു കയറിയ പ്രാകൃത മനുഷ്യരെ കൊണ്ട് ബോട്ട് മുങ്ങിപ്പോകുമെന്ന നിലയിലായി. എല്ലാവരും മൃഗീയ ആഹ്ലാദത്തോടെ അത്യുച്ചത്തിൽ അട്ടഹസിച്ചുകൊണ്ടിരുന്നു. റോമൽ അവരുടെ മുഖങ്ങളിലേക്ക് മാറി മാറി നോക്കി. ഇരയെ പിടികൂടിയ വന്യമൃഗങ്ങളുടെ ഭാവം. ഒരു മുഖത്തും കണ്ടില്ല മനുഷ്യത്വത്തിൻ്റെ ലാഞ്ചന. എല്ലാ കണ്ണുകളും ആർത്തിയോടെ അവരെ നോക്കുകയാണ്. ഗാരിയങ്കൾ അവരോട് ഉച്ചത്തിലെന്തോ പറയാൻ ശ്രമിച്ചു. അപ്പോൾ തന്നെ പ്രതികരണവുമുണ്ടായി. ഏതോ മത്സ്യത്തിൻ്റെ അസ്ഥി കൊണ്ട് ശിരസിൽ ശക്തിയായ പ്രഹരം. ഗാരിയങ്കൾ അടിയേറ്റതോടെ താഴെ വീണു. അടിയേറ്റ ഭാഗം പൊട്ടി ചോരയൊലിച്ചു. ഏതാനും തുള്ളി ചോര ബോട്ടിൽ വീണു. ഗാരിയങ്കളിനെ 4 പേർ കൂടി വലിച്ചു പൊക്കി ബോട്ടിൻ്റെ വിളിമ്പിലേക്ക് കൊണ്ടുപോയി. താഴെ കാത്തുകിടന്ന ഒരു ചെറു തോണിയിലേക്ക് അവർ അയാളെ ഇറക്കിക്കൊടുത്തു. ഒരുവൻ ബോട്ടിൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് കുനിഞ്ഞു. അവിടെ വീണ് കിടന്ന ചോരത്തുള്ളികൾ വിരൽ കൊണ്ട് വടിച്ചെടുത്ത് വായ്ക്കുള്ളിലാക്കി ഈമ്പി. അവൻ്റെ ക്രൂരമായ കണ്ണുകളിൽ ചോരക്കുതി തിളങ്ങി. റോമലിനും അത് കണ്ട് ചോര തണുത്തുറയുന്നതുപോലെ തോന്നി. അവൻ ബട്ടനെ നോക്കി. ബട്ടൻ്റെ മുഖവും ഭീതി കൊണ്ട് വിളറിപ്പോയിരുന്നു. പെട്ടെന്ന് ആളുകൾ ഓരോരുത്തരുടെ ചുറ്റും കൂടി. അലീനയും ബോണയും 2 തോണികളിലേക്കായി നീക്കം ചെയ്യപ്പെട്ടു. റോമലിനെയും ബട്ടനെയും അവർ പൊക്കിയെടുത്ത് 2 ചെറു തോണികളിൽ കയറ്റി. അനന്തരം കരയിലേക്ക് തുഴഞ്ഞു തുടങ്ങി. കട്ടിയുള്ള മത്സ്യത്തുകൽ കൊണ്ട് നിർമ്മിച്ച ചെറിയ തോണികളായിരുന്നു അതെല്ലാം. ഭാരക്കുറവ് മൂലം വെള്ളത്തിനു മീതെ നല്ല വേഗതയെടുക്കാൻ അവയ്ക്ക് സാധിച്ചിരുന്നു. തടവിലാക്കപ്പെട്ട ഇരകൾക്ക് പിന്നാലെ ആർപ്പ് വിളികളോടെ 100 കണക്കിന് തോണികൾ കരയിലേക്ക് കുതിച്ചു. റോമലും സംഘവും സഞ്ചരിച്ചിരുന്ന ബോട്ട് കെട്ടിവലിച്ചുകൊണ്ട് ഒരു പറ്റം തോണികൾ ഏറ്റവും പുറകിലായി നീങ്ങി. കടൽ കരയിലേക്ക് അടിച്ചു കയറുന്ന രീതി കണ്ടപ്പോൾ റോമലിന് തോന്നി ഉടനെയൊന്നും കരയ്ക്കെടുക്കാൻ സാധിക്കുകയില്ലെന്ന്. കടൽ തീരം മുഴുവൻ പാറക്കെട്ടുകളാണ്. 20-30 അടി ഉയരം വരുന്ന ഭീമൻ തിരമാലകൾ ആ പാറക്കെട്ടുകളെ അടിച്ചു തകർക്കാൻ ശ്രമിക്കുന്നു. അവയിലെങ്ങാൻ തോണികൾ ചെന്നുപെട്ടാൽ മണൽത്തരികൾ പോലെ പൊടിഞ്ഞതു തന്നെ. കരയ്ക്ക് സമാന്തരമായി കുറേ ദൂരം തോണികൾ നീങ്ങി. കരയിൽ പാറക്കെട്ടുകളുടെ നിര അവസാനിച്ചു. കര ഒരാർച്ച് പോലെ ഉൾവലിഞ്ഞിരിക്കുന്നതായി കണ്ടു. അവിടെ നിന്നും വീണ്ടും ഉള്ളിലേക്ക് ഒരു പുഴിമുഖം, ഒരു ഇടുങ്ങിയ ലഗൂൺ. പാറക്കെട്ടുകൾ ജലപ്പരപ്പിനു മീതെ ഉയർന്നു നിൽക്കുന്നതിന് അപ്പുറത്തേക്ക് വലിയ തിരമാലകളില്ല. തിരമാലകൾ പാറക്കെട്ടുകളിൽ തല്ലിച്ചാവുന്നു. പാറകൾക്കിടയിലുള്ള പൊഴികളിലൂടെ ലഗൂണിലേക്ക് കടക്കാം. തോണികൾ അതിലെ തന്നെ നീങ്ങി. പെട്ടെന്ന് തന്നെ കരയ്ക്കടുത്തു. മഞ്ഞും മണ്ണും കൂടിക്കുഴഞ്ഞ ചെളിയായിരുന്നു കര. കരയിലേക്ക് ധാരാളം തോണികൾ വലിച്ചു കയറ്റി വച്ചിരിക്കുന്നത് കണ്ടു. ആ പ്രാകൃത മനുഷ്യർ തോണികളിൽ നിന്നും തടവുകാരെ പിടിച്ചിറക്കി കരയിലൂടെ നടത്തിക്കൊണ്ടുപോയി. കരയിൽ സ്ത്രീകളും കുട്ടികളും അടക്കം വളരെ പേർ നിൽക്കുന്നുണ്ടായിരുന്നു. കടൽക്കരയിൽ നിന്നും വളർന്നു പടരുന്ന ഒരു കുന്നിലൂടെ അവർ മുകളിലേക്ക് കയറിപ്പോയിക്കൊണ്ടിരുന്നു. ദുർഘടമായ ഒരു പാതയായിരുന്നു അത്. ശരിക്കും കുത്തനെയുള്ള കയറ്റം. 4 പാടും മഞ്ഞും മാത്രം. ഗാരിയങ്കളിനെ എടുത്തുകൊണ്ട് ഏറ്റവും മുൻപേ ഒരു സംഘം പോയിക്കൊണ്ടിരുന്നു. മലമുകളിൽ കാണപ്പെട്ട ഗുഹയ്ക്ക് മുൻപിൽ യാത്ര അവസാനിച്ചു. വിശാലമായ ഗുഹാമുഖം, പാറക്കെട്ടുകളുടെ മേലാപ്പ്, മലയ്ക്ക് താഴെ കടൽക്കരയിൽ നീണ്ട മനുഷ്യച്ചങ്ങലയുടെ അവസാനത്തെ അറ്റം. ഗുഹകൾക്കുള്ളിലൂടെയായി നടത്തം. മലമുകളിലുള്ള പഴുതുകളിലൂടെ കാറ്റും വെളിച്ചവും ഉള്ളിൽ കിടക്കുന്ന ഗുഹ. ഗുഹയ്ക്കുള്ളിൽ മനുഷ്യർ തുറന്നുണ്ടാക്കിയ ഭാഗങ്ങളുമുണ്ട്. ഒരു ഭാഗത്ത് കിടങ്ങ് പോലെ ആഴമുള്ള ഒരു കുഴിക്കുമീതെ ഒരു പാലം. കഷ്ടിച്ച് 2 പേർക്ക് നടന്നു പോകാനുള്ള വീതിയേയുള്ളൂ. പാലത്തിന് കീഴിൽ ആഴമുള്ള ഇരുട്ടായിരുന്നു. അതിനിടയിലൂടെ ഒരു നീരുറവ ഒഴുകുന്നതിൻ്റെ ശബ്ദം കേൾക്കാമായിരുന്നു. നീളമുള്ള ഒരു കരിങ്കൽ കീറാണ് പാലമായി ഉപയോഗിച്ചിരിക്കുന്നത്. കിടങ്ങിന് കഷ്ടിച്ച് 10 അടി വീതിയേയുള്ളൂ. പാലം കടന്നു കഴിഞ്ഞാൽ ഒരു ഭിത്തി പോലെ നെടുകെ പോകുന്ന പാറകൾ. 20 അടിയോളം താഴ്ചയിൽ നിരപ്പായ പാറയാണ്. അവിടേക്ക് ഇറങ്ങണമെങ്കിൽ കുത്തനെയുള്ള പാറയിൽ വെട്ടിയുണ്ടാക്കിയ പൊഴികളിൽ ചവിട്ടി വേണം. താഴെ വിശാലമായ മൈതാനം പോലെ പാറയും മണ്ണും നിറഞ്ഞ സ്ഥലം. മേൽക്കൂര മണ്ണും പാറയും തന്നെ. മൈതാനം മധ്യത്തിൽ സ്റ്റേജ് പോലെ വൃത്താകൃതിയിൽ ഉയർന്ന ഒരു സ്ഥലം കണ്ടു. അവിടെ കുറേ പേർ കൂട്ടം കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. തങ്ങളുടെ കൂട്ടുകാർ ഇരകളെയും കൊണ്ടുവരുന്നത് കണ്ട് അവർ ആഹ്ലാദ അട്ടഹാസങ്ങൾ മുഴക്കി. ചിലർ 2-3 പേർ വീതം ഓരോ സംഘങ്ങളായി തിരിഞ്ഞിരുന്ന് വെട്ടിമുറിച്ച് ചോരയൊലിച്ച നിലയിൽ കിടക്കുന്ന വലിയ മത്സ്യഭാഗങ്ങൾ കടിച്ചു ചവയ്ക്കുന്നുണ്ടായിരുന്നു. ആ അർദ്ധനഗ്നരായ അപരിഷ്കൃതരുടെ തലവനെന്ന് തോന്നിക്കുന്ന ഒരാൾ മുൻപോട്ട് വന്ന് വികൃതമായ എന്തൊക്കെയോ ശബ്ദങ്ങൾ മുഴക്കി. ഇരകളെ തുറുങ്കിലടയ്ക്കാനുള്ള കൽപ്പനയായിരുന്നു അത്. കൽപ്പനയനുസരിച്ച് 6 പേരും ഗുഹയ്ക്കുള്ളിലെ ഒരിടുങ്ങിയ അറയിൽ അടയ്ക്കപ്പെട്ടു.
ലോകത്തൊരിടത്തും ഞാൻ ഇതുപോലൊരു ഭാഷ കേട്ടിട്ടില്ല. ബർട്ടൻ അന്താളിപ്പോടെ പറഞ്ഞു. ഇനി വേറൊരു ഭാഷയും കേൾക്കേണ്ടി വരില്ല. റോമൽ ആകെ ഭയചകിതനായി കാണപ്പെട്ടു. അതെന്താ? ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ ഇവർ കാനിബൾസ് ആണെന്ന കാര്യത്തിൽ? അതായത് നരഭോജികൾ? ഹേയ്, അങ്ങനെയായിരിക്കില്ല. വെറുതെ വിഡിത്തം പറയില്ലേ. നല്ലൊരു ഡിന്നർ തരപ്പെട്ടതിൻ്റെ സന്തോഷമാണ് മനുഷ്യത്വം തൊട്ടു തീണ്ടാത്ത ആ ക്രൂരമായ മുഖങ്ങളിലെല്ലാം ഞാൻ കണ്ടത്. അങ്കിളിൻ്റെ ചോര ഒരുവൻ നക്കിക്കുടിക്കുകയും ചെയ്തതോടെ എനിക്ക് തീർച്ചയായി. ബോണ പകച്ചിരുന്നു. നരഭോജികളുടെ പിടിയിലാണ് പെട്ടിരിക്കുന്നതെങ്കിൽ ഇനി രക്ഷയൊന്നുമില്ല. ഇവിടെ നിന്നാൽ കാണാം അവന്മാരുടെ ആഹ്ലാദ തിമിർപ്പ്. ബട്ടൻ പുറത്തേക്ക് എത്തി നോക്കിക്കൊണ്ട് പറഞ്ഞു. 100 കണക്കിന് ആളുകൾ കാനിബാൾസിൻ്റെ ആ ദർബാർ ഹാളിൽ തടിച്ചുകൂടിയിട്ടുണ്ട്. കണ്ടില്ലേ, ചിലർ പച്ച മത്സ്യം അതേപടി കടിച്ചു മുറിച്ചു വിഴുങ്ങുന്നു, ചോര ഈമ്പി കുടിക്കുന്നു. അറയുടെ പ്രവേശനദ്വാരത്തിലേക്ക് വന്നാൽ അത് കാണാമായിരുന്നു. തറനിരപ്പിൽ നിന്നും ഏകദേശം 10 അടി ഉയരത്തിൽ പാറ വെട്ടിപ്പൊളിച്ചുണ്ടാക്കിയ മാളമാണ് തടവറ. തടവറയുടെ താഴെ തറനിരപ്പിൽ 2 പേർ കാവൽ നിൽക്കുന്നുണ്ട്. 6 പേർക്ക് കഷ്ടിച്ച് ഞെരുങ്ങിക്കഴിയാനുള്ള സ്ഥലമേയുള്ളൂ തടവറയ്ക്കുള്ളിൽ. അതൊരു വലിയ എലിമാളത്തെ അനുസ്മരിപ്പിക്കാൻ ഉതകുന്നതായിരുന്നു. ഇനി എന്തു ചെയ്യും? അലീന ചോദിച്ചു. ഭക്ഷണത്തിനു വേണ്ടിയാണ് നമ്മൾ കരയ്ക്കെടുത്തത്. പക്ഷേ നമ്മളിപ്പോൾ മറ്റു ചിലരുടെ ഭക്ഷണമായി തീരാൻ പോകുന്നു. ഞാൻ ആദ്യം തന്നെ പറഞ്ഞതാണ് എതിർക്കാമെന്ന്. നമ്മുടെ കയ്യിൽ തോക്കുകളുണ്ടായിരുന്നു. റോമൽ ആരോടെ നില്ലാതെ പരാതിപ്പെട്ടു. തോക്കുകൾ കൊണ്ട് എന്തു ചെയ്യാൻ? ബോണ പറഞ്ഞു. ബോട്ട് നിർത്താതെ ഓടിച്ചു പോവുകയായിരുന്നു ചെയ്യേണ്ടത്. നമ്മോടൊപ്പം എത്താൻ അവരുടെ തോണികൾക്ക് സാധിക്കുമായിരുന്നില്ല. വെടിവയ്ക്കാഞ്ഞത് ഏതായാലും നന്നായി. കടന്നൽ കൂട്ടത്തിനെതിരെ വെടിവയ്പ് നടത്തുന്നതുപോലെ ആകുമായിരുന്നു അത്. കുറേ എണ്ണത്തിനെ കൊല്ലാം, ബാക്കിയെല്ലാം കൂടി നമ്മളെ പൊതിയും, അതോടെ തീരും. എന്നാലും ഇത്ര കഷ്ടപ്പെട്ട് ഒടുവിലെത്തിച്ചേർന്നത് ഇവിടെയാണല്ലോ എന്നോർക്കുമ്പോൾ അലീന വിലപിച്ചു. ഗാരി അങ്കിൾ ഇതിനിടെ ഉണർന്നു. അയാളുടെ മുറിവിൽ ചോര ഉണങ്ങിപ്പിടിച്ചിരുന്നു. നമ്മളെവിടെയാണ്? എഴുന്നേൽക്കാൻ ശ്രമിച്ചുകൊണ്ട് ഗാരി അങ്കിൾ ചോദിച്ചു. കാനിബൽസിൻ്റെ ഗുഹയിൽ, അല്ലാതെവിടെ? റോമൽ നിരാശയോടെ പറഞ്ഞു. അലീന ചുരുക്കത്തിൽ വിവരങ്ങളെല്ലാം ഗാരി അങ്കിളിനെ ധരിപ്പിച്ചു. ഗാരി അങ്കിൾ എഴുന്നേറ്റ് പാറയിൽ ചാരിയിരുന്നു. കാലും കൈയും ബന്ധിച്ചതിനാൽ ഇഴയുകയല്ലാതെ എഴുന്നേറ്റ് നടക്കാനോ നിവർന്നു നിൽക്കാനോ സാധ്യമല്ലായിരുന്നു. ഗാരി അങ്കിളാണെങ്കിൽ തീരെ അവശനായി കഴിഞ്ഞിരുന്നു. അവർ നമ്മെ തിന്നുന്നതിന് മുൻപ് നമുക്ക് തിന്നാൻ എന്തെങ്കിലും തന്നിരുന്നെങ്കിൽ അതൊരു വലിയ കാര്യമായേനെ, അയാൾ അഭിപ്രായപ്പെട്ടു. വിവിയൻ്റെ അവസ്ഥയായിരുന്നു ഏറ്റവും ശോചനീയം. വിശപ്പ് മാത്രമല്ല, മുറിച്ചു കളയാൻ പാകത്തിൽ പഴുത്തുകൊണ്ടിരിക്കുന്ന കാലിൻ്റെ അസഹ്യമായ വേദന കൂടി അവന് താങ്ങേണ്ടി വന്നു. വളരെ സമയത്തിന് ശേഷം ഒരാൾ പടികൾ ചവിട്ടിക്കയറി മാളത്തിലേക്ക് വന്നു. തീയിൽ ചുട്ടെടുത്ത കുറേ വലിയ മത്സ്യങ്ങളെ തടവുകാരുടെ മുൻപിലേക്ക് എറിഞ്ഞുകൊടുത്തിട്ട് അയാൾ ഇറങ്ങിപ്പോയി. എല്ലാവരും ആ കരിഞ്ഞ മത്സ്യങ്ങളിലേക്ക് നോക്കി നിശ്ചലരായിരുന്നു. എടുത്തു കഴിക്കാൻ വിശപ്പിൻ്റെ ആർത്തി മുറവിളി കൂട്ടിയെങ്കിലും അറപ്പ് അനുവദിച്ചില്ല. ഗാരി അങ്കിളാണ് ആ ഭക്ഷണം ആദ്യം രുചിച്ചു നോക്കിയത്. തറയിൽ കമിഴ്ന്നു കിടന്ന് കാർന്നു തിന്നുകയേ നിർവാഹമുണ്ടായിരുന്നുള്ളൂ. വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് ഗാരി അങ്കിൾ കുറേ ഭക്ഷിച്ചു തീർത്തു. കുഴപ്പമൊന്നുമില്ല, അയാൾ പറഞ്ഞു. വേവിച്ച് തരാനുള്ള സന്മനസ് അവർക്കുണ്ടായല്ലോ, നമ്മൾ നന്ദി പറയുക. ഗാരി അങ്കിൾ കഴിച്ചതിനെ തുടർന്ന് ബട്ടൻ കുറേശ്ശെ ഭക്ഷിച്ചു തുടങ്ങി. പിന്നെ മറ്റെല്ലാവരും. വിശപ്പ് താൽക്കാലികമായി അടങ്ങി. അപ്പോൾ മരണഭീതി തലപൊക്കി. അധ്യായം 19. സംഘത്തിലുള്ള എല്ലാവർക്കും മരണത്തിൻ്റെ ഗന്ധം കിട്ടി. ചോര മെല്ലെ മരവിക്കുന്ന ഒരവസ്ഥ. ഈ പ്രാകൃത മനുഷ്യർ തങ്ങളുടെ മാംസം ചവച്ചരയ്ക്കുകയും എല്ലുകൾ കടിച്ചിമ്പുകയും ചെയ്യുന്ന ഭീഭത്സമായ രംഗം ഓരോരുത്തരുടെയും മനസ്സിൽ പേക്കിനാവ് പോലെ തെളിഞ്ഞു. ആർക്കുമില്ല ശബ്ദം. ശ്വാസം കഴിക്കാൻ പോലും മറന്നുപോയതുപോലെ. ഇതിനേക്കാൾ ഭേദം കടലിൽ മുങ്ങിച്ചാവുന്നതായിരുന്നു, അല്ലെങ്കിൽ INS ഗാർഡുകളുടെ വെടിയേറ്റ് മരിക്കുന്നത്. ഒടുവിൽ ബർട്ടൻ ഭീകമുഖമായ നിശബ്ദതയെ ഭേദിച്ചു. ഞാനിവർക്ക് ജീവനോടെ പിടികൊടുക്കുകയില്ല, അത് നിശ്ചയം. റോമൽ പിറുപിറുത്തു. ഇതുകൊണ്ട് കാര്യമില്ല, ഗാരി അങ്കിൾ പറഞ്ഞു. നാളെയോ മറ്റന്നാളോ ഇവർ നമ്മളെ ചുട്ടുതിന്നുമെന്നുള്ളത് ഉറപ്പായ സ്ഥിതിക്ക് രക്ഷപ്പെടാനുള്ള വഴികൾ ആലോചിക്കാം. എങ്ങനെ രക്ഷപ്പെടാൻ? ബട്ടൻ ചോദിച്ചു. അത് വേണം ആലോചിക്കാൻ. ഈ കെട്ടുകൾ അഴിക്കണ്ടേ? ബോണ പറഞ്ഞു. അത് സാരമില്ല. ഇവരറിയാതെ എങ്ങനെ ഗുഹയ്ക്ക് പുറത്തു കടക്കാമെന്ന് വേണം ആലോചിക്കാൻ. പുറത്തു കടന്ന ശേഷമാണ് ഇവരറിയുന്നതെങ്കിലും കുഴപ്പമാണ്. കടൽക്കരയിൽ എല്ലായ്പ്പോഴും ഇവരുടെ ആളുകളുണ്ട്. കുന്നിൻ മുകളിൽ നിന്നും അവർക്ക് അപകട സൂചന നൽകാൻ ഇവർക്ക് എളുപ്പം കഴിയും. നമ്മൾ കടൽക്കരയിലെത്തുമ്പോഴേക്കും അവർ നമ്മളെ വളഞ്ഞു കഴിയും. മാത്രമല്ല, നമ്മുടെ ബോട്ട് അവിടെ തന്നെയുണ്ടോ
ഇവന്മാർ കേടുവരുത്തിയോ മുക്കിക്കളഞ്ഞോ എന്നൊന്നും അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരവസ്ഥയാണെങ്കിൽ നമ്മൾ ഒളിച്ചോടിയിട്ടും കാര്യമില്ല. ബോട്ടില്ലെങ്കിൽ അവരുടെ തോണികൾ കൈവശപ്പെടുത്തി അതിൽ കയറിപ്പോകണം. ചുമ്മാ വിഡ്ഢിതം പറയല്ലേ, ഗാരിയങ്കൾ ശാസിച്ചു. അവർ പിന്തുടർന്ന് വരിക തന്നെ ചെയ്യും. അവരെപ്പോലെ തോണി തുഴയാൻ നമുക്ക് സാധിക്കുമോ? വളരെ എളുപ്പം അവർ നമ്മളെ പിടികൂടും. ഇനി അവർ പിന്തുടർന്നില്ലെന്ന് തന്നെ വയ്ക്കുക. പുറംകടലിൽ ചെല്ലുമ്പോൾ നമ്മൾ ഈ കൊച്ചു തോണികൾ കൊണ്ട് എന്തു ചെയ്യും? മോശമായ കാലാവസ്ഥയുടെ ഏറ്റവും ചെറിയ സൂചന മതിയല്ലോ അതെല്ലാം കടലിൽ താണുപോകാൻ. അപ്പോൾ ബോട്ടിന് കേടുവന്നിട്ടില്ലെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ ശ്രമം നടത്തുക. അത് ഒരു കേടും കൂടാതെ കടൽക്കരയിലുണ്ടെങ്കിൽ നമുക്കും കടൽക്കരയിലെത്തി അത് പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ രക്ഷപ്പെട്ടു എന്ന് കരുതാം. ബോട്ട് കേടുവരുത്തുകയോ മുക്കിക്കളയുകയോ ചെയ്തുവെങ്കിൽ എന്തു ചെയ്യണം? ബോണ ചോദിച്ചു. നേരെ കൂട്ടമായി ചെന്ന് കടലിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യുക. വേറെ മാർഗമൊന്നുമില്ല. ഇനി എങ്ങനെ ഇവിടെ നിന്ന് പുറത്തു കിടക്കുമെന്ന് ആലോചിക്കണം. കഴിയുന്നിടത്തോളം ആരും അറിയാതെ വേണം പുറത്തു കിടക്കാൻ. അറിയാതിരിക്കില്ല, റോമൽ പറഞ്ഞു. അറിഞ്ഞാൽ തൽക്കാലം പിടിച്ചു നിൽക്കാൻ എൻ്റെ കയ്യിൽ ഒരു റിവോൾവറുണ്ട്. 12 റൗണ്ട് വെടിവെക്കാനുള്ള തിരകളും. എവിടെ? ബട്ടൻ്റെ കണ്ണുകൾ തിളങ്ങി. പാൻറ്റിനുള്ളിൽ കാലിൽ ചേർത്തുകെട്ടി വെച്ചിരിക്കുകയാണ്. അതെടുക്കണമെങ്കിൽ കെട്ടഴിക്കണമല്ലോ. കെട്ടഴിക്കുക എളുപ്പമാണ്, റോമൽ പറഞ്ഞു. തോക്കുകൊണ്ട് വലിയ പ്രയോജനമുണ്ടെന്ന് തോന്നുന്നില്ല, ഗാരിയങ്കിൾ പറഞ്ഞു. 10-20 പേർ ചാവുന്നതും ഇവർക്ക് പ്രശ്നമല്ല. കടന്നലുകളെപ്പോലെ പൊതിയുന്ന സ്വഭാവമാണ്. വേണമെങ്കിൽ നമ്മൾ ചെന്ന് ബോട്ടിൽ കയറുന്നതിന് തൊട്ടു മുൻപ് ഒരാക്രമണമുണ്ടായാൽ ഉപയോഗിക്കാൻ കൊള്ളാം. വേറെ ഒരു ഉപയോഗവുമില്ലെന്നോ? റോമലിന് ചുണ്ടി പിടിച്ചു. നോക്കൂ, ശാന്തമായി വേണം നമുക്ക് ചിന്തിക്കാൻ. ഈ ഗുഹയ്ക്കുള്ളിൽ വെച്ച് തോക്ക് പൊട്ടിച്ചാൽ ഇതിനുള്ളിലെ സകല മനുഷ്യർക്കും അപകട സൂചന കിട്ടും. എല്ലാവരും പാഞ്ഞു വരും. അത് വേണോ? ഗുഹയ്ക്ക് വെളിയിൽ വെച്ചാണ് വെടിവെക്കുന്നതെങ്കിൽ കടൽക്കരയിൽ തോണികൾക്ക് കാവൽ കിടക്കുന്നവർ അത് കേൾക്കും. അവർ ജാഗരൂകരാകും. പിന്നെ നമ്മൾ എന്തു ചെയ്യും? അതുകൊണ്ടാണ് പറഞ്ഞത് തോക്കുകൊണ്ട് ഉപയോഗമില്ലെന്ന്. 8-10 എണ്ണത്തിന് വെടിവെച്ചിട്ടാൽ മറ്റുള്ളവർ അത് കണ്ട് ഭയന്ന് പിന്മാറിയെങ്കിലോ? റോമലിന് ഈ കൂട്ടരുടെ സ്വഭാവം അറിയാഞ്ഞിട്ടാണ്. 10 പേർ ചത്തുവീണാൽ 100 പേർ വീറോടെ പാഞ്ഞു കയറുന്ന രീതിയാവാനാണ് വഴി. ബുദ്ധി വികസിക്കാത്ത പ്രാകൃതവർഗങ്ങളുടെയെല്ലാം സ്വഭാവമാണിത്, ഗാരിയങ്കിൾ പറഞ്ഞു നിർത്തി. എന്നാൽ പിന്നെ രക്ഷപ്പെടൽ അസാധ്യം തന്നെ. റോമൽ നിരാശയോടെ പിറുപിറുത്തു. അത് തീരുമാനിക്കാൻ വരട്ടെ. രക്ഷപ്പെടൽ ശ്രമം എന്തായാലും നടത്തണം. രാത്രിയിൽ രക്ഷപ്പെടൽ ശ്രമം നടത്താൻ പറ്റില്ല. എല്ലായിടത്തും ഇരുട്ട്. വെളിച്ചം ഉപയോഗിക്കാൻ നിവൃത്തിയില്ലതാനും. മാത്രമല്ല കടൽക്കരയിലെത്താനുള്ള വഴി ഇരുട്ടിൽ കണ്ടുപിടിക്കുക ബുദ്ധിമുട്ടാവും. കുത്തനെയുള്ള മലയിറക്കം, ബട്ടൻ പറഞ്ഞു. പിന്നെ എന്തു ചെയ്യും? പുലർച്ചയ്ക്ക് ശ്രമിക്കുന്നതാണ് ഉചിതം. പ്രകാശം വീണു തുടങ്ങുമ്പോൾ നമ്മൾ ഗുഹയിൽ നിന്നും പുറത്തു ചാടിയിരിക്കണം. മലമുകളിൽ നിന്നും കടൽക്കരയിലെത്താൻ എത്ര സമയം വേണ്ടിവരും? ഗാരിയങ്കിൾ ചോദിച്ചു. 20 മിനിറ്റ്, ബട്ടൻ പറഞ്ഞു. അതായത് 20 മിനിറ്റ് നേരത്തേക്ക് നമ്മൾ പുറത്തു കടന്ന വിവരം ഇവിടുള്ളവർ അറിയരുത്. എന്നാലേ രക്ഷയുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇതുതന്നെയാണ് യഥാർത്ഥമായ കണക്കുകൂട്ടൽ. അവർ അതനുസരിച്ച് പ്ലാൻ ചെയ്തു തുടങ്ങി. വിശദാംശങ്ങളെല്ലാം ചർച്ച ചെയ്ത് തീരുമാനിച്ചു. പുലർച്ചയോടെ ചാടാനാണ് പരിപാടി. റോമൽ പുറന്തിരിഞ്ഞു നിന്ന് ബട്ടൻ്റെ കയ്യിലെ കെട്ടുകളഴിച്ചു. ബട്ടൻ തൻ്റെ ഷോർട്സിൻ്റെ പോക്കറ്റിൽ സൂക്ഷിച്ചിരുന്ന സ്കാൽപ്പലെടുത്തു. മറ്റുള്ളവരുടെ കെട്ടുകൾ അറുത്തുകളഞ്ഞു. വിവിയനാണ് ഇനിയുള്ള പ്രശ്നം. അവന് നടക്കാൻ സാധ്യമല്ല. രക്ഷപ്പെടൽ ശ്രമം നടത്തുന്നവർ അവനെ ചുമലിലെടുത്തുകൊണ്ട് വേണം ഓടാൻ. അത് വളരെ ബുദ്ധിമുട്ടുള്ള സംഗതിയായിരുന്നു. വിവിയൻ്റെ കാര്യത്തിൽ എന്തു ചെയ്യണമെന്നും അവർ കൂട്ടായി ആലോചിച്ചു. ആരും എന്നെ ഒഴിവാക്കാൻ നോക്കണ്ട. എന്നെ നിശ്ചയമായും കൊണ്ടുപോകണം, വിവിയൻ പറഞ്ഞു. എന്നെ രക്ഷപ്പെടുത്താൻ നിങ്ങൾക്കും ബാധ്യതയുണ്ട്. നിങ്ങൾക്കെല്ലാം വേണ്ടിയാണ് എനിക്കിങ്ങനെ സംഭവിച്ചത്. ആ വെടി നിങ്ങളുടെ കാലിലായിരുന്നെങ്കിലോ? തീർച്ചയായും നിങ്ങൾ എന്നോട് പ്രത്യേക പരിഗണന കാണിക്കണം. ഗുഹയിൽ നിന്നും പുറത്തേക്കുള്ള വഴി ദുർഘടമാണ്. അതിലും വിഷമം പിടിച്ചതാണ് കടൽക്കരയിലേക്കുള്ള ഇറക്കം. ഒരാളെ ചുമന്നുകൊണ്ടു പോകുന്നത് അസാധ്യം, റോമൽ ഗാരിയങ്കിളിനോടായി പറഞ്ഞു. ഏയ്, എന്നെ ഒഴിവാക്കാനോ? വിവിയൻ ശബ്ദമുയർത്തി. ശബ്ദമുണ്ടാക്കാതിരിക്കൂ, ബോണ അവനെ ശാസിച്ചു. ഞാനോ? ഞാനെന്തിന് ശബ്ദമുണ്ടാക്കാതിരിക്കണം? നിങ്ങളെന്നെ ഉപേക്ഷിച്ചു പോകാനാണ് ഉദ്ദേശമെങ്കിൽ ഞാൻ ശബ്ദമുണ്ടാക്കുക തന്നെ ചെയ്യും. നിങ്ങൾ രക്ഷപ്പെടുന്ന വിവരം ഈ ഗുഹാമനുഷ്യരെ ആദ്യം അറിയിക്കുക ഞാനായിരിക്കും. അവൻ്റെ തൊണ്ടയിടറി. അവൻ പെട്ടെന്ന് കരയാൻ തുടങ്ങി. ആരും ഒന്നും മിണ്ടിയില്ല. വിവിയനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുമില്ല. കുറെ കഴിഞ്ഞപ്പോൾ അവൻ കണ്ണു തുടച്ചു, ശാന്തനായി. അപ്പോൾ ഗാരിയങ്കിൾ പറഞ്ഞു. വിവിയൻ, നിന്നെ കൂടി രക്ഷപ്പെടുത്തണമെന്നാണ് ഞങ്ങളുടെ എല്ലാം ആഗ്രഹം. ഞങ്ങൾ അതിന് കഴിവത് ശ്രമിക്കുകയും ചെയ്യും. പക്ഷേ നിന്നെ രക്ഷപ്പെടുത്തുവാൻ ശ്രമിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് നമ്മളെല്ലാം മരിക്കുന്നതോ അതോ
തീരെ നിവൃത്തിയില്ലാത്ത ഒരു ഘട്ടത്തിൽ നിന്നെ ഉപേക്ഷിച്ചു പോകാൻ നീ തന്നെ ഞങ്ങളെ നിർബന്ധിക്കുന്നതോ നല്ലത്? നിന്റെ ആ ത്യാഗം കൊണ്ട് ഒരുപക്ഷെ 5 ജീവിതം രക്ഷപ്പെടും. മറിച്ചായാൽ നീ പോലും രക്ഷപ്പെടുകയില്ല. വിവിയൻ വീണ്ടും മുഖം താഴ്ത്തിയിരുന്ന് ശബ്ദമില്ലാതെ കരഞ്ഞു. ഗാരിയങ്കൾ അവൻ്റെ ചുമലിൽ മെല്ലെ തട്ടി. വിവിയൻ മുഖം അമർത്തി തുടച്ചു. കുറേ നേരം ഇരുട്ടിലേക്ക് തുറച്ചു നോക്കി നിശബ്ദനായിരുന്നു. കഠിനമായ ഹൃദയക്ഷോഭം അവൻ്റെ മുഖത്ത് തെളിഞ്ഞു. ഒടുവിൽ അവൻ പറഞ്ഞു, എന്നാൽ നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചു പോയിക്കൊള്ളൂ. നിങ്ങൾ 5 പേർ രക്ഷപ്പെടുമല്ലോ. എനിക്ക് വിഷമമൊന്നുമില്ല, ഇപ്പോൾ ഒട്ടുമില്ല. ഞാനിങ്ങനെ വേണം ചെയ്യാൻ, അല്ലേ? ഇതാണ് ശരി. ഒരുപക്ഷെ ഇതിനായിരിക്കും ഞാൻ ജനിച്ചത്. ബോണയ്ക്ക് കരച്ചിൽ വന്നു. അവൾ ഇരുട്ടിലേക്ക് മുഖം തിരിച്ചിരുന്നു. ഞാൻ മരിച്ചിട്ട് 5 പേർ ജീവിക്കുന്നത് ഒരു വലിയ കാര്യം തന്നെ, വിവിയൻ പറഞ്ഞുകൊണ്ടിരുന്നു. നിങ്ങൾ എന്നും എന്നെ ഓർമ്മിക്കുമല്ലോ. മാത്രമല്ല എല്ലാവരോടും പറയുകയും ചെയ്യും, അല്ലേ? കാലിന് വെടിയേറ്റ് അവശനായ ആ പാവം വിവിയൻ ഞങ്ങളുടെ വഴി മുടക്കിയില്ല. അവൻ മരിച്ചുകൊണ്ട് ഞങ്ങളെയെല്ലാം രക്ഷപ്പെടാൻ അനുവദിച്ചുവെന്ന് എൻ്റെ മാതാപിതാക്കളോടും സ്നേഹിതരോടും നിങ്ങളിത് പറയുമല്ലോ. ആരും മറുപടി പറഞ്ഞില്ല. വിവിയൻ്റെ ദൈന്യതയും നിസ്സഹായതയും അവരിൽ സങ്കടമുണർത്തി. പക്ഷേ ഒരു കാര്യം, അസാധാരണമായ നിശ്ചയദാർഢ്യത്തോടെ വിവിയൻ പറഞ്ഞു, എന്നെ കൊന്നിട്ടേ നിങ്ങൾ പോകാവൂ. ആ ശവന്തീനികൾക്ക് എന്നെ ജീവനോടെ കിട്ടരുത്. ശബ്ദമുണ്ടാകുമെങ്കിൽ വെടിവെക്കണ്ട. ഭട്ടൻ്റെ കയ്യിൽ കത്തിയുണ്ടല്ലോ. അല്ലെങ്കിൽ കഴുത്ത് ഞെരിച്ചു കൊല്ലുക. ശബ്ദമുണ്ടാക്കുകയില്ലെന്ന് ഞാൻ ഉറപ്പുതരാം. അല്ലെങ്കിൽ ഒരു തുവാല കൊണ്ട് എൻ്റെ വായ് മൂടിക്കെട്ടിക്കൊള്ളൂ. നിന്നെ കൂടി രക്ഷപ്പെടുത്താൻ ഞങ്ങൾ ആവത് ശ്രമിക്കും, ഗാരിയങ്കൾ പറഞ്ഞു. പുലർച്ചെയാകാൻ വേണ്ടി അവർ കാത്തിരുന്നു. പുലരിയുടെ നാന്ദി കണ്ടു തുടങ്ങി. ഗുഹയിൽ മങ്ങിയ വെളിച്ചം വ്യാപിച്ചുകൊണ്ടിരുന്നു. റോമൽ തോക്കെടുത്ത് കയ്യിൽ പിടിച്ചു. ബട്ടൻ സ്കാൽപ്പലും. 2 പേരും പടികളിലൂടെ പതുങ്ങിയിറങ്ങി. താഴെയിരുന്ന് കാവൽക്കാർ ഉറക്കം തൂങ്ങുന്നുണ്ടായിരുന്നു. ഗുഹയിലെ പ്രധാന തളത്തിൽ 100 കണക്കിന് പേർ തലങ്ങും വിലങ്ങും കിടന്ന് ഉറങ്ങുന്നു. അവരുടെ ഇടയിലൂടെയാണ് കടന്നു പോകേണ്ടത്. താഴെയെത്തിയ ബട്ടനും റോമലും കാവൽക്കാരുടെ നേർക്ക് കുതിച്ചു. അധ്യായം 20. കാവൽക്കാരെ നിശബ്ദരാക്കുക അത്ര എളുപ്പമായിരുന്നില്ല. ബട്ടൻ ഒരുവൻ്റെ വായ് പൊത്തിപ്പിടിച്ചുകൊണ്ട് ഉദരത്തിൽ കത്തിയിറക്കി. പക്ഷേ അവൻ അത്ര പെട്ടെന്ന് ചാവാൻ കൂട്ടാക്കിയില്ല. ഓരോ തവണ കുത്തേൽക്കുമ്പോഴും അവൻ കുതറിപ്പിടഞ്ഞു. റോമലിൻ്റെ തോക്കുകൊണ്ടുള്ള 4ാമത്തെ ഇടിയേറ്റ് മറ്റേയാൾ വീണു. അത് കഴിഞ്ഞ് റോമൽ ബട്ടനെ സഹായിക്കാനെത്തി. 2 പേരും മുകളിലെത്തി. ശബ്ദമുണ്ടാക്കാതെ ഓരോരുത്തരോടും താഴെയിറങ്ങാൻ പറഞ്ഞു. വിവിയനെ അവർ താങ്ങിയിറക്കി. പിന്നെ ഗുഹയുടെ വിശാലമായ ഭാഗത്തുകൂടി ശബ്ദം കേൾപ്പിക്കാതെ മെല്ലെ നടന്നു. അർദ്ധനഗ്നരായ പ്രാകൃതർ അവിടെ ഒറ്റയ്ക്കും സംഘങ്ങളായും കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. കുഴപ്പം കൂടാതെ എല്ലാവരും പാറഭിത്തിയുടെ ചൂട്ടിലെത്തി. ഇനി പാറയിന്മേൽ വെട്ടിപ്പൊളിച്ച പടികളിലൂടെ കുത്തനെ കയറണം. ബട്ടനും റോമലും ആദ്യം മുകളിലെത്തി. അതിനുശേഷം വിവിയനെ മുകളിലേക്ക് വലിച്ചു പൊക്കാൻ ശ്രമിച്ചു. വിവിയൻ്റെ കയ്യിൽ കെട്ടിയ ചരടിൽ പിടിച്ച് മുകളിലേക്ക് വലിച്ചു പൊക്കുക വളരെ ആയാസകരമായിരുന്നു. ഉദ്ദേശിച്ചതിലും ഇരട്ടി സമയം ചെലവായി. വിവിയനെ കയറ്റിയ ശേഷം ഗാരിയങ്കളും പെൺകുട്ടികളും മുകളിലേക്ക് വന്നു. ഇനി കൽക്കീറുകൊണ്ടുള്ള പാലം കടക്കണം. ആദ്യം ഗാരിയങ്കൾ കടന്നു. പെൺകുട്ടികൾ കിടക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് താഴെ നിന്നും ഒരട്ടഹാസം കേട്ടു. തറയിൽ കിടന്നുറങ്ങുന്നവരുടെ ഇടയിലൂടെ ഒരുവൻ നടന്നു വരുന്നുണ്ടായിരുന്നു. രക്ഷപ്പെടൽ ശ്രമം കണ്ണിൽപ്പെട്ട ഉടനെ അവൻ ഉറക്കെ അട്ടഹസിച്ച് ശബ്ദമുണ്ടാക്കുകയാണ്. അപായസൂചന നൽകുന്ന ശബ്ദം. ഉറങ്ങിക്കിടന്നവരെല്ലാം പെട്ടെന്ന് ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റു. ആദ്യം ശബ്ദമുണ്ടാക്കിയ ആൾ റോമലും സംഘവും നിൽക്കുന്നിടത്തേക്ക് കൈ ചൂണ്ടി അമറി. തുലച്ചു. റോമൽ ഹതാശനായി പിറുപിറുത്തു. പെൺകുട്ടികൾ പാലത്തിനപ്പുറത്ത് എത്തുന്നതേയുള്ളൂ. ഇനി വിവിയനെ കൂടി ചുമന്നെത്തിക്കണം. അതിനകം ശത്രുക്കൾ പാഞ്ഞെത്തി പൊതിഞ്ഞു കഴിയും. ഇനി ആലോചിക്കാനൊന്നുമില്ല. നമ്മൾ കുടുങ്ങി. എത്ര ഓടിയാലും നമ്മൾ കടൽക്കരയിലെത്തും മുമ്പേ അവർ വന്ന് പിടികൂടും. ബട്ടൻ പുലുമ്പി. അവന് ഭ്രാന്ത് പിടിക്കുന്നതുപോലെ തോന്നി. മരണം നിശ്ചയമായി കഴിഞ്ഞിരുന്നു. റോമൽ ഗാരിയങ്കളിനോടും പെൺകുട്ടികളോടും വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ഓടിക്കൊള്ളുക, അവന്മാരെത്തിക്കഴിഞ്ഞു. ഗാരിയങ്കൾ സ്തംഭിച്ചു നിന്നു. ഓടിപ്പോകാൻ ബട്ടൻ അലറി. ബോണയും അലീനയും വൃദ്ധൻ്റെ കൈക്ക് പിടിച്ചുകൊണ്ട് പുറത്തേക്കോടി. പാറഭിത്തിയുടെ ചുവട്ടിലേക്ക് ഓടിക്കൂടുകയായിരുന്ന പ്രാകൃതരെ നോക്കി നിൽക്കുകയായിരുന്നു വിവിയൻ. അവൻ്റെ ഹൃദയത്തിൽ വിവിധ വികാരങ്ങളുടെ വേലിയേറ്റമുണ്ടായി. അവൻ്റെ മുഖം കൂടുതൽ മുറുകിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് അവൻ റോമലിൻ്റെ നേർക്ക് തിരിഞ്ഞു. ആ തോക്കിങ് തരൂ. എന്നിട്ട് എത്രയും വേഗം പുറത്തു കിടന്ന് ഓടിക്കൊള്ളൂ. നിങ്ങൾ കടൽക്കരയിലെത്തുന്നതുവരെ ഞാൻ ഇവന്മാരെ തടഞ്ഞു നിർത്തിക്കൊള്ളാം. ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. റോമലും ബട്ടനും ഒരു നിമിഷം അന്തം വിട്ടു നിന്നു. വിവിയൻ പെട്ടെന്ന് റോമലിൻ്റെ കയ്യിൽ നിന്നും തോക്ക് പിടിച്ചു വാങ്ങി. വേഗം പുറത്തു കിടക്ക്. അവർ മുകളിലേക്ക് വരികയാണ്. അപ്പോൾ നിന്റെ കാര്യം? ഞാൻ പുറകെ വന്നുകൊള്ളാം എന്ന് വെച്ച് ഒരു നിമിഷം പോലും കാത്തു നിന്നേക്കരുത്. നിങ്ങൾ പറഞ്ഞതാണ് ശരി.
എല്ലാവരും കൊല്ലപ്പെടുന്നതിനേക്കാൾ നന്ന് തനിയെ നടക്കാൻ പോലും കെൽപ്പില്ലാത്ത ഞാൻ മാത്രം മരിക്കുന്നതാണ്. ഒരു പക്ഷേ അതുകൊണ്ട് 5 പേർ ഇതാ എത്തി. പാറഭിത്തിക്ക് മുകളിൽ ഒരുവന്റെ തല കണ്ടു. റോമൽ മുൻപോട്ട് ചാടി അവനെ പിടിച്ച് താഴേക്ക് തള്ളി. അവൻ താഴേക്ക് മറിഞ്ഞു. അവന്റെ ശരീരം വന്നലച്ച് പുറകെ ഒരു നിരയായി കയറി വന്നവരും ഒന്നോടെ നിലം പതിച്ചു. പോ വേഗം, വിവിയൻ അലറി. ബട്ടൺ ഒരു നിമിഷം അവനെ നോക്കി നിന്നു. അവന്റെ കണ്ണുകളിൽ വെള്ളം നിറഞ്ഞു. റോമലും ബട്ടനും വിവിയനെ ആലിംഗനം ചെയ്ത് ചുംബിച്ചു. വിവിയൻ പെട്ടെന്ന് അവരെ തള്ളിമാറ്റി. ഇനി സമയമില്ല, അവൻ പറഞ്ഞു. ബട്ടൺ ആദ്യം കിടങ്ങിനപ്പുറത്ത് കിടന്നു. പുറകെ റോമലും. ഗുഹയ്ക്ക് പുറത്തു കടക്കും മുൻപേ അവർ അവസാനമായി വിവിയനെ നോക്കി. അവൻ പുഞ്ചിരിച്ച് കൈവീശി നിൽക്കുന്നത് കാണാമായിരുന്നു. ഗാരിയങ്കളും പെൺകുട്ടികളും കടൽക്കരയിലേക്കുള്ള വഴി പകുതിയോളം താണ്ടിക്കഴിഞ്ഞിരുന്നു. ഓട്ടത്തിനിടയിൽ മഞ്ഞിൽ വീണുരുണ്ടും പിടഞ്ഞെണീറ്റും പെൺകുട്ടികളുടെ സഹായത്തോടെ വൃദ്ധൻ വേഗത്തിൽ നീങ്ങി. അവരുടെ ഒപ്പമെത്തണം. റോമൽ ബട്ടനോട് മന്ത്രിച്ചു. അവർ അതിവേഗം മലയിറങ്ങി ഓടി. വിവിയനാകെ മതം കൊണ്ട് നിൽക്കുകയാണ്. ധീരമായ ആത്മാഹൂതിയുടെ ഉന്മാദവും മൗഢ്യവും നുറിച്ചു കയറുന്ന ആനന്ദലഹരിയും കൊണ്ട് അവൻ ഉത്തേജിതനായി കഴിഞ്ഞിരുന്നു. അവൻ തന്നോട് തന്നെ പറഞ്ഞു, ഞാൻ ഒന്നിനും കൊള്ളാത്ത ഈ വിവിയൻ. യാത്രയിലുടനീളം ഞാൻ അവർക്കൊരു ഭാരമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഞാൻ അവർക്ക് ഏറ്റവും വലിയ സഹായിയായി. അവർ ഓരോ സാഹസിക പ്രവൃത്തികളിൽ ഏർപ്പെട്ടപ്പോഴും ഞാൻ കിനാവു കണ്ടിരുന്നു. അവരെപ്പോലെ അല്ലെങ്കിൽ അവരെക്കാൾ മികച്ച ധീരമായ മഹത്തായ ഒരു സാഹസിക യജ്ഞം തന്നിൽ ഭാരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നതായിട്ടും താനതിൽ വിജയിക്കുന്നതായിട്ടും ഇതിനായിരിക്കാം താൻ ജനിച്ചതും. ഇനി തന്നെക്കുറിച്ച് അവർക്ക് ഒന്നിനും കൊള്ളാത്ത വിവിയൻ എന്ന് പറയാൻ കഴിയുകയില്ല. അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. പ്രാകൃത സംഘം കുത്തനെയുള്ള പാറമേൽ വെട്ടിയ പൊഴികളിലൂടെ വീണ്ടും മുകളിലേക്ക് വരുന്നതും അവൻ കണ്ടു. അവരുടെ നിര മുകളിലെത്താറാവുന്നതുവരെ അവൻ കാത്തു. പിന്നെ തോക്ക് നീട്ടി ഏറ്റവും മുൻപിൽ വന്നവന്റെ നെഞ്ചിലേക്ക് തന്നെ നിറയൊഴിച്ചു. അവൻ അലർച്ചയോടെ പുറകോട്ട് മലച്ചു. ഒപ്പം അടർന്നടർന്ന് വീഴുന്നതുപോലെ പുറകെ വന്നവരും. വെടിശബ്ദം എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞു. തറയിൽ വീണ് ചോരയിൽ കുളിച്ച് പിടയുന്നവന്റെ ചുറ്റും മറ്റുള്ളവർ കൂടി. പിന്നെ മുകളിലുള്ള വിവിയനെ നോക്കി കലിപൂണ്ടും ആർത്തട്ടഹസിച്ചും അവർ അള്ളിപ്പിടിച്ച് മുകളിലേക്ക് കയറാൻ തുടങ്ങി. വിവിയന്റെ തോക്കിൽ നിന്നും വീണ്ടും നിറയൊഴിഞ്ഞു. ഏറ്റവും മുൻപിൽ വന്നവനും തൊട്ടുപിറകിലുണ്ടായിരുന്നവനും വീണു. മറ്റുള്ളവർ വീണ്ടും അള്ളിപ്പിടിച്ച് കയറിക്കൊണ്ടിരുന്നു. വളരെ സൂക്ഷിച്ചു വേണം വെടിവെക്കാൻ, അവൻ കരുതി. ഓരോ വെടിയുണ്ടയും വിലപ്പെട്ടതാണ്. തന്റെ സ്നേഹിതർക്ക് കടൽക്കരയിലെത്താൻ വേണ്ടത്ര സമയം ലഭിക്കണം. അടുത്തയാൾ മുകളിലെത്താറായപ്പോൾ വിവിയൻ അയാളെയും വെടിവെച്ചിട്ടു. ഇതിനകം താഴെ തറനിരപ്പിൽ ഗുഹയിലെ ആളുകളെല്ലാം കൂട്ടം കൂടിക്കഴിഞ്ഞു. 100 കണക്കിന് ആളുകൾ. അവർ വായുവിലേക്ക് മുഷ്ടി ചുരുട്ടിയെറിഞ്ഞു. വിവിയന്റെ നേർക്ക് അട്ടഹസിക്കുകയും അലറുകയും ചെയ്തുകൊണ്ടിരുന്നു. അവർ കല്ലുകളും തടിക്കഷ്ണങ്ങളും പെറുക്കി വിവിയന്റെ നേർക്ക് എറിഞ്ഞു. ഏറുകൊള്ളാതിരിക്കാൻ വിവിയൻ നിലത്ത് കമിഴ്ന്നു കിടന്നുകൊണ്ട് വെടിവയ്പ് തുടർന്നു. ഇതിനകം 6 7 ശവങ്ങൾ തറയിൽ വീണു കഴിഞ്ഞിരുന്നു. ചോരക്കളത്തിൽ ചവിട്ടി വീണ്ടും വീണ്ടും മുകളിലേക്ക് കുതിക്കുകയാണ് മറ്റുള്ളവർ. മറ്റു പല സ്ഥലത്തുകൂടിയും അവർ മുകളിലേക്ക് കയറാൻ ശ്രമിക്കുന്നുണ്ട്. എങ്കിലും അവർക്ക് കിടങ്ങിനപ്പുറം കടക്കണമെങ്കിൽ പാലത്തിനരികിലെത്തണം. വെടിയുണ്ടകൾ തീരാറായി. വിവിയൻ തിരിഞ്ഞ് പാലത്തിന്മേൽ നോക്കി. അത് വലിച്ച് കിടങ്ങിൽ തള്ളിയാലോ എന്നാലോചിച്ചു. പക്ഷേ അത് അസാധ്യമായിരുന്നു. 8 10 ടൺ ഭാരം വരുന്ന ഭീമൻ കൽക്കീറാണത്. 5 6 പേർ ഒന്നിച്ചു പിടിച്ചാലും അത് അനക്കാനൊക്കുകയില്ല. ഇനി 3 ബുള്ളറ്റുകൾ മാത്രം. മുകളിലേക്ക് കയറിക്കൊണ്ടിരുന്ന ഒരാളെ കൂടി അവൻ വെടിവെച്ചു വീഴ്ത്തി. കേറി വരുന്നടാ, വാ, നിനക്കൊക്കെ ഞാൻ തീറ്റി തരുന്നുണ്ട്, അവൻ ഉന്മത്തനായി അലറി. താഴെ നിൽക്കുന്നവർക്ക് വിറളി പിടിച്ചു. നാനാഭാഗങ്ങളിലൂടെ അവർ മുകളിലേക്ക് കയറാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പൊഴികളിലൂടെ കയറിക്കൊണ്ടിരുന്ന ഒരുത്തനെ കൂടി അവൻ വെടിവെച്ചു വീഴ്ത്തി. അപ്പോഴേക്കും മറുഭാഗങ്ങളിലൂടെ ആളുകൾ മുകളിൽ പൊത്തിപ്പിടിച്ച് കയറിക്കഴിഞ്ഞു. അവർ കൂട്ടമായി വിവിയന്റെ നേർക്ക് കുതിച്ചു. എന്റെ ജോലി അവസാനിച്ചു, അവൻ തന്നെത്താൻ പറഞ്ഞു. എന്റെ ജീവിതവും. തന്റെ കൂട്ടുകാർക്ക് കടൽക്കരയിലെത്താൻ സമയം ലഭിച്ചിരിക്കുമെന്നും അവൻ ഊഹിച്ചു. അവരെ ദൈവം രക്ഷിക്കട്ടെ, അവൻ പിറുപിറുത്തു. എന്നിട്ട് കിടങ്ങിന്റെ വക്കിലേക്ക് ഇഴഞ്ഞു ചെന്നു. ഒരു വെടിയുണ്ട തോക്കിനുള്ളിൽ ശേഷിച്ചിരുന്നു. എന്നെ ജീവനോടെ ഞാൻ നിങ്ങൾക്ക് തരില്ല, അവൻ തോക്കിൻ കുഴൽ വായ്ക്കുള്ളിലേക്ക് തിരുകി. പ്രാകൃത മനുഷ്യർ ആർത്തട്ടഹസിച്ച് അവന്റെ അടുത്തേക്ക് ഓടിയെത്തിക്കഴിഞ്ഞിരുന്നു. ബട്ടനും റോമലും ഗാരി അങ്കിളിന്റെ പെൺകുട്ടികളുടെ ഒപ്പം എത്തി. അവർ കടൽക്കരയോടടുത്തു കഴിഞ്ഞിരുന്നു. കരയോട് ചേർത്ത് ബോട്ട് കെട്ടിയിട്ടിരിക്കുന്നത് കാണാമായിരുന്നു. അത് കണ്ടപ്പോൾ റോമലിന് പാതി ജീവൻ തിരിച്ചു കിട്ടിയതുപോലെയായിരുന്നു. വിവിയൻ എവിടെ? ഗാരി അങ്കിൾ ഓട്ടത്തിനിടയിൽ ചോദിച്ചു. അവൻ തോക്കുകൊണ്ട് അവരെ ചെറുത്തു നിൽക്കുകയാണ് കിടങ്ങിനരികിൽ. റോമൽ പറഞ്ഞു. നിങ്ങൾ പ്രേരിപ്പിച്ചോ? ഇല്ല, അവൻ സ്വയം സന്നദ്ധനായി.
ഞങ്ങളെ നിർബന്ധിച്ചു. അവർ കടൽക്കരയിലെത്തി. അപ്പോഴേക്കും മലമുകളിൽ നിന്ന് അത്യുച്ചത്തിലുള്ള അട്ടഹാസം കേൾക്കായി. ഒരു പടയണി ഓടിയിറങ്ങി വരുന്നത് കണ്ടു. ശബ്ദം കേട്ട് തോണികൾക്ക് സമീപമുണ്ടായിരുന്നവർ ജാഗരൂകരായി. രക്ഷപ്പെട്ട് ഓടുന്നവരെ അവർ അപ്പോഴാണ് കണ്ടത്. കയ്യിൽ കിട്ടിയ ആയുധങ്ങളുമായി അക്കൂട്ടർ ഗാരി അങ്കിളിൻ്റെയും സംഘത്തിൻ്റെയും നേർക്ക് കുതിച്ചു. ബട്ടൻ മുന്നോട്ട് ചാടി അവരെ തടയാൻ ശ്രമിച്ചു. ഏറ്റവും മുൻപിൽ വന്നവനെ അവൻ കുത്തി വീഴ്ത്തി. രണ്ടാമത് വന്നവനും കുത്തേറ്റു വീണു. റോമൽ വെള്ളത്തിൽ ചാടി ബോട്ടിന് നേർക്ക് കുതിക്കുകയായിരുന്നു. അപ്പോഴേക്കും കടൽക്കരയിലുണ്ടായിരുന്നവർ എല്ലാ ഭാഗത്തു നിന്നും പാഞ്ഞെത്തി. ഗുഹയിൽ നിന്നുള്ള സേനാവ്യൂഹം പകുതിയോളം കുന്നിറങ്ങിക്കഴിഞ്ഞിരുന്നു. അധ്യായം 21. ബട്ടൻ ജീവൻ മരണ പോരാട്ടം നടത്തുകയായിരുന്നു. അവൻ പതുക്കെ പുറകോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. ഇതിനിടയിൽ റോമൽ പാഞ്ഞു ചെന്ന് ബോട്ടിനുള്ളിൽ കയറിപ്പറ്റിക്കഴിഞ്ഞിരുന്നു. തൊട്ടു പിന്നാലെ ഓടിവന്ന ഗാരിയങ്കളും പെൺകുട്ടികളും ബോട്ടിൽ കയറാൻ നിർവാഹമില്ലാതെ നിന്നു. റോമൽ അകത്തു കിടന്ന് 2 സ്റ്റൺഗണ്ണുമായി ഡെക്കിലേക്ക് വന്നു. ബട്ടൻ, അവൻ ഉച്ചത്തിൽ വിളിച്ചു. പൊരുതിത്തളർന്നു കഴിഞ്ഞിരുന്ന ബട്ടൻ തിരിഞ്ഞു നോക്കി. തോക്കുകളുമായി റോമൽ. ബട്ടൻ വെള്ളത്തിലൂടെ ബോട്ടിനടുത്തേക്ക് പാഞ്ഞു. റോമൽ മുകളിൽ നിന്നും തോക്ക് താഴേക്കിട്ടുകൊടുത്തു. മറ്റേ തോക്കുകൊണ്ട് ബട്ടനെ പിന്തുടർന്നിരുന്നവരുടെ നേർക്ക് തുടരെ തുടരെ നിറയൊഴിക്കാനും തുടങ്ങി. വെള്ളത്തിനു മീതെ ശരീരങ്ങൾ പിടഞ്ഞടിച്ചുകൊണ്ടിരുന്നു. വെള്ളത്തിന് കടും ചുവപ്പ് നിറമായി. ബട്ടൻ വെടിവെച്ചു തുടങ്ങിയതോടെ റോമൽ തോക്ക് താഴെയിട്ടിട്ട് ബോട്ടിനുള്ളിൽ നിന്നും കയറെടുത്തുകൊണ്ടുവന്ന് ഡെക്കിനരികിലെ കൊളുത്തിൽ ഘടിപ്പിച്ച ശേഷം ഒരറ്റം താഴെയെറിഞ്ഞു. ഗാരിയങ്കളും പെൺകുട്ടികളും അതിൽ പിടിച്ച് മുകളിലേക്ക് കയറിക്കൊണ്ടിരുന്നു. ബർട്ടൻ തനിക്കും അക്രമികൾക്കുമിടയിൽ വെടിയുണ്ടകൾ കൊണ്ട് ഒരു മറവ് സൃഷ്ടിച്ച് സാവധാനം പിന്നോട്ട് നീങ്ങി. ഈയലുകളെപ്പോലെ പിടഞ്ഞു വീണവരുടെ ശവങ്ങൾ ചവിട്ടിമെതിച്ച് പിന്നെയും പിന്നെയും ഓരോ നിര ആളുകൾ മുന്നോട്ട് വന്നുകൊണ്ടിരുന്നു. ഇതിനകം മലമുകളിൽ നിന്ന് പാഞ്ഞു വന്നവർ കടൽക്കരയിലെത്തി തോണികളിറക്കി. ഗാരിയങ്കൾ നേരെ മുകളിൽ ചെന്ന് ബോട്ട് പ്രവർത്തിപ്പിക്കാൻ ശ്രമിച്ചു. കുറേ സമയത്തെ തുമ്മലിനും ചീറ്റലിനും ശേഷം അതിൻ്റെ എഞ്ചിൻ പ്രവർത്തിച്ചു തുടങ്ങി. ഇതിനിടയിൽ 100 കണക്കിന് വള്ളങ്ങൾ ബോട്ടിനെ വളഞ്ഞു. ഒരു പറ്റം വള്ളങ്ങൾ ബട്ടൻ്റെ നേർക്ക് കുതിച്ചെത്തി. ബോട്ട് പെട്ടെന്ന് കുതിച്ചു പാഞ്ഞു. ബട്ടന് ഡെക്കിൽ നിന്ന് ഞാന്നു കിടന്നിരുന്ന കയറിൽ കഷ്ടിച്ച് എത്തിപ്പിടിക്കാൻ കഴിഞ്ഞു. ഒരു കൈകൊണ്ട് അവൻ കയറിൽ തൂങ്ങിക്കിടന്നു. അവൻ്റെ കാലുകളെ വെള്ളത്തിനു മീതെ വലിച്ചഴിച്ചുകൊണ്ട് ബോട്ട് അതിവേഗം നീങ്ങി. ബട്ടൻ തോക്ക് ഡെക്കിലേക്ക് എറിഞ്ഞ ശേഷം കയറിൽ തൂങ്ങി മുകളിലേക്ക് കയറി. ചുറ്റോടു ചുറ്റും വളഞ്ഞ തോണികളെ ഇടിച്ചു തെറിപ്പിച്ചുകൊണ്ടായിരുന്നു ബോട്ടിൻ്റെ നീക്കം. ബട്ടൻ മുകളിലേക്ക് ഓടിച്ചെന്ന് ഗാരിയങ്കളിനോട് പറഞ്ഞു, വേഗത്തിൽ ഓടിച്ചു പോകരുത്, വെടിവെക്കാൻ പാകത്തിൽ മതി. വിവിയൻ്റെ ചോരയ്ക്ക് വിലയുണ്ടെന്ന് ഇവന്മാരെ ബോധ്യപ്പെടുത്തണമല്ലോ. ഗാരിയങ്കൾ വേഗത കുറച്ച് ബോട്ട് ഓടിച്ചു. റോമലും ബർട്ടനും ഡെക്കിൽ നിന്ന് പിന്തുടരുന്ന തോണികളുടെ നേർക്ക് തുടരെ തുടരെ നിറയൊഴിച്ചു. തോണികളുടെ എണ്ണം ചുരുങ്ങി വന്നു. ശേഷിച്ചവർ കരയിലേക്ക് പലായനം ആരംഭിച്ചു. ഗാരിയങ്കൾ പെട്ടെന്ന് ബോട്ട് തിരിച്ച് കരയ്ക്കടുത്തേക്ക് പായിച്ചു. കടലിൽ പാഞ്ഞു നടന്നും ഇനിയും കരയ്ക്കടുക്കാത്ത എല്ലാ തോണികളും റോമലും ബർട്ടനും കൂടി വെടിവെച്ച് തകർത്തു. എന്നിട്ടും കലി തീരാഞ്ഞ് അവർ കരയ്ക്ക് സമാന്തരമായി ബോട്ടോടിച്ചു. കരയിൽ നിൽക്കുന്നവരുടെ നേർക്കും വെടിയുണ്ടകൾ ഉതിർത്തുകൊണ്ടിരുന്നു. ഭയചകിതരായ ആക്രമികൾ മല കയറി മുകളിലേക്ക് പിൻവലിഞ്ഞു. നമുക്ക് പിന്തുടർന്ന് ചെന്നാലോ? ബട്ടൻ റോമലിനോടായി പറഞ്ഞു. അവർക്ക് ഏതായാലും ഭയമായി കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ കയ്യിൽ ധാരാളം വെടിയുണ്ടകളുണ്ട്. ഗുഹയിലേക്ക് ചെന്നാൽ ഒരു പക്ഷേ വിവിയനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞെങ്കിലോ? അവൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ. അത് വേണ്ട ബർട്ടൻ, വിവിയൻ ജീവിച്ചിരിപ്പില്ല. അവൻ ജീവനോടെ ഇവർക്ക് പിടികൊടുക്കുമെന്ന് നീ കരുതുന്നുണ്ടോ? അവസാനത്തെ വെടിയുണ്ട തനിക്ക് വേണ്ടിയാവും അവൻ ചെലവഴിച്ചിരിക്കുക, റോമൽ പറഞ്ഞു. അങ്ങനെയൊരു സാധ്യത ഇപ്പോഴാണ് ബട്ടൻ്റെ മനസ്സിൽ തെളിഞ്ഞത്. കടൽപ്പരപ്പ് ശാന്തമായി. കടലിൽ അവിടെവിടെ ശവങ്ങൾ ഒഴുകി നടന്നു. ആളുകളില്ലാത്ത ചെറിയ തോണികളും. എല്ലാവരും മുകൾത്തട്ടിലെത്തി. വിവിയൻ്റെ കാര്യമെങ്ങനെ? ഗാരിയങ്കൾ ചോദിച്ചു. അത് കഴിഞ്ഞു. നമുക്ക് എത്രയും വേഗം അടുത്ത കര തേടാം. പാവം വിവിയൻ, അലീന വിലപിച്ചു. നമ്മുടെ ഏറ്റവും വലിയ ശല്യമായി കരുതിയിരുന്ന അവൻ നമ്മുടെ വലിയ രക്ഷകനായി, ബട്ടൻ പറഞ്ഞു. അവൻ എല്ലായ്പ്പോഴും ഭീരുവായിരുന്നു, പരാതിക്കാരനായിരുന്നു. പക്ഷേ ഈ ഒരൊറ്റ ത്യാഗം, ഈ ധീരതയും സാഹസികതയും അതിനെയെല്ലാം പിന്നിലാക്കി, റോമൽ ദുഃഖത്തോടെ പറഞ്ഞു. വിവിയൻ ഈ യാത്രക്കിടയിൽ നമ്മുടെ രക്ഷകനായി തീരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല, ഒരിക്കലും. ഗാരിയങ്കൾ ശബ്ദം താഴ്ത്തി മന്ത്രിച്ചു. വിവിയൻ്റെ ത്യാഗത്തെപ്പറ്റി ഓർത്തപ്പോൾ ഓരോരുത്തർക്കും കുറച്ചിൽ അനുഭവപ്പെട്ടു. തങ്ങളുടെ സാഹസിക പ്രവൃത്തികൾ എന്തു നിസ്സാരമാണെന്ന് ബട്ടനും റോമലിനും തോന്നി. രക്ഷപ്പെട്ടതിൻ്റെ സന്തോഷം ആരിലും കണ്ടില്ല. എല്ലാവരുടെയും മുഖത്ത് വിഷാദം, വേദന. ബോണയ്ക്ക് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല. ഗാരിയങ്കൾ നക്ഷത്രനിബിഡമായ ആകാശത്തേക്ക് നോക്കിയിരുന്നു. കുറേ സമയത്തെ നിശബ്ദതയ്ക്ക് ശേഷം അയാൾ തന്നെത്താൻ മന്ത്രിച്ചു. അവൻ ഒരു നക്ഷത്രമായി.
രാത്രിയിൽ എല്ലാവരും ബോധം വിട്ടുറങ്ങുകയായിരുന്നു. വിശപ്പും ദാഹവും ക്ഷീണവും അധികരിച്ചിരുന്നു. ബോട്ടിനുള്ളിലാണെങ്കിൽ ഒരു കവിൾ ശുദ്ധജലം പോലും എടുക്കാനില്ല. പ്രഭാതമായിട്ടും എല്ലാവരും കമ്പിളികൾക്കുള്ളിൽ മൂടിപ്പുതച്ചു കിടന്നു. ആർക്കും എഴുന്നേൽക്കാൻ മനസ്സ് വന്നില്ല. വിശപ്പും ദാഹവും അസഹനീയമായി തീർന്നിരിക്കുന്നു. റോമൽ ബട്ടനെയും കൂട്ടി നങ്കൂരമെടുത്തു. പിന്നെ മുകളിൽ ചെന്ന് എഞ്ചിൻ പ്രവർത്തിപ്പിക്കാനുള്ള പണി ആരംഭിച്ചു. ബോട്ട് നീങ്ങിത്തുടങ്ങി കുറെ കഴിഞ്ഞപ്പോൾ ഗാരിയെങ്കിലും എഴുന്നേറ്റ് വന്നു. വൃദ്ധൻ നന്നേ അവശനായി കഴിഞ്ഞിരുന്നു. വളരെ സമയം കഴിഞ്ഞ് പെൺകുട്ടികൾ ഉണർന്നെണീറ്റ് വന്നു. അവർ പ്രതീക്ഷയോടെ ബട്ടൻ്റെയും റോമലിൻ്റെയും മുഖത്തേക്ക് നോക്കി. ബട്ടനും റോമലും നരച്ചു ശൂന്യമായ ചക്രവാളത്തിലേക്ക് നോട്ടമയച്ചു. പകൽ വിശപ്പും ദാഹിച്ചും ഓരോരുത്തർ തളർന്നു കിടപ്പായി. എഴുന്നേൽക്കാനോ സംസാരിക്കാനോ പോലും കരുത്തില്ലാത്ത അവസ്ഥ. പോരെങ്കിൽ അതിശൈത്യവും. മുഴുവൻ ബോട്ട് ഓടിക്കൊണ്ടിരുന്നു. ഇങ്ങനെ തുടർന്നാൽ 2-4 നാൾ കഴിയുമ്പോൾ കടലിൽ അനാഥമായി ഒഴുകി നടക്കുന്ന ബോട്ടിൽ 5 മൃതദേഹങ്ങൾ മാത്രമേ ശേഷിക്കൂ എന്നും റോമൽ ഊഹിച്ചു. നിലനിൽപ്പിന് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണം. ബട്ടനുമായി റോമൽ കൂടിയാലോചിച്ചു. കടലിൽ നിന്നും മീൻ പിടിക്കാൻ നോക്കാമെന്നായിരുന്നു ബട്ടൻ്റെ അഭിപ്രായം. റോമലും ബട്ടനും കൂടി ഒരു കയറേണിയുണ്ടാക്കി കടലിലേക്ക് തൂക്കിയിട്ടു. കയ്യിൽ നീണ്ട ഒരു കത്തിയുമായി റോമൽ കയറേണിയിലൂടെ താഴേക്കിറങ്ങി. ജലപ്പരപ്പിന് തൊട്ടുമുകളിൽ അവൻ നിലയുറപ്പിച്ചു. ബർട്ടൻ ചരടിലൊരു വിളക്ക് കെട്ടിത്തൂക്കി വെള്ളത്തിനു മീതെയിട്ടു. മത്സ്യങ്ങളെ ആകർഷിക്കാനുള്ള തന്ത്രമായിരുന്നു ഇത്. വെളിച്ചം കണ്ട് മുകൾ പരപ്പിലേക്ക് ഉയർന്ന മീനുകളിൽ റോമൽ കത്തിപ്രയോഗം ആരംഭിച്ചു. 1 മണിക്കൂർ നേരത്തെ പ്രയത്നം കൊണ്ട് അവൻ നന്നെ തളർന്നു. ഇനി ഇത് തുടർന്നാൽ കടലിൽ വീണുപോകുമെന്ന നിലയായി. ഇതിനകം ചെറുതും വലുതുമായ കുറേ മത്സ്യങ്ങളെ കത്തിയിൽ കോർത്തു പിടിച്ചു കഴിഞ്ഞിരുന്നു. റോമൽ കയറേണി വഴി മുകളിലെത്തി. തളർന്നുറങ്ങുന്നവരെ ഉണർത്താതെ ബട്ടനും റോമലും കൂടി മീൻ വെട്ടി വൃത്തിയാക്കി ബോട്ടിനുള്ളിലെ ചെറിയ കിച്ചണിൽ വെച്ച് എണ്ണയിൽ പൊരിച്ചെടുത്തു. അതിനുശേഷം സംഘാംഗങ്ങളെ ഉണർത്തി അവർക്കെല്ലാം വിളമ്പി. എല്ലാവർക്കും അത്ഭുതമായിരുന്നു. പക്ഷേ ഈ ഭക്ഷണം എവിടെ നിന്ന് ലഭിച്ചു എന്ന് ചോദിക്കാനുള്ള ക്ഷമ ആർക്കുമുണ്ടായില്ല. ആർത്തിയോടെ കിട്ടിയതത്രയും കടിച്ചു വലിച്ച് ഉള്ളിലാക്കാനുള്ള പരാക്രമമാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. എല്ലാവരുടെയും വിശപ്പടങ്ങിക്കഴിഞ്ഞപ്പോൾ റോമൽ താനും ബട്ടനും കൂടി മീൻ പിടിച്ചത് എങ്ങനെയെന്ന് വിവരിച്ചു. രാത്രിയിൽ മഞ്ഞുവീഴ്ചയുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ മേൽത്തട്ടിൽ കിടന്ന മഞ്ഞുവാരി ഉരുക്കി അവർ കോഫിയുണ്ടാക്കി കുടിച്ചു. അടുത്ത രാത്രിയിലും മീൻപിടുത്തം ഈ വിധം തുടർന്നു. ഗാരിയങ്ങളും ബോണയും അലീനയുമെല്ലാം റോമലിനോടും ബട്ടനോടുമൊപ്പം സഹകരിക്കുകയുണ്ടായി. ആ രാത്രിയും പുലർന്നു. പിറ്റേന്ന് ഉച്ചയായപ്പോൾ ബോട്ടിൻ്റെ എഞ്ചിൻ പ്രവർത്തിക്കാതായി. അതിൻ്റെ ചലനം നിലച്ചു. ഗാരിയങ്ങളും റോമലും മാറി മാറി കിണഞ്ഞു ശ്രമിച്ചെങ്കിലും ഒരു ഫലവും ഉണ്ടായില്ല. ഇതിനിടയിൽ ബട്ടൻ പോയി ഇന്ധന ടാങ്ക് പരിശോധിച്ചു. അത് ശൂന്യമായി കാണപ്പെട്ടു. ഇനി വ്രത ശ്രമിക്കേണ്ട കാര്യമില്ല, അവൻ ഗാരിയങ്ങളിനോടായി പറഞ്ഞു. നമ്മുടെ ഇന്ധനം തീർന്നു. റോമൽ വിശ്വാസം വരാത്തതുപോലെ ബട്ടനെ നോക്കി. നിങ്ങൾക്ക് വന്ന് കാണാം, ബട്ടൻ അറിയിച്ചു. റോമലിന് തൻ്റെ കൈകാലുകൾ പെട്ടെന്ന് തളർന്നതായി തോന്നി. അവൻ നരച്ച ചക്രവാളത്തിലേക്ക് നോട്ടം തിരിച്ചു. പിന്നെ 4 ചുറ്റും ഇളകി മറിയുന്ന കടലിലേക്ക് കണ്ണോടിച്ചു. ബോട്ട് തിരകളിൽപ്പെട്ട് ചാഞ്ചാടിക്കൊണ്ടിരുന്നു. നടുക്കടലിൽ കുടുങ്ങിക്കഴിഞ്ഞെന്ന് അവന് ഉറപ്പായി. ഗാരിയങ്കൾ ഹതാശനായി തറയിലിരുന്നു. അയാൾ മുഖമുയർത്തിയതേയില്ല. മറ്റെന്തിനും പോംവഴിയുണ്ട്. പക്ഷേ ഇന്ധനമില്ലാതായാൽ യാത്ര അവസാനിച്ചു എന്നർത്ഥം. ഇനി എന്തു ചെയ്യും? ബട്ടൻ ആരോടുന്നില്ലാതെ ചോദിച്ചു. നമ്മളെ കടലിന് വിട്ടുകൊടുക്കുക, അല്ലാതെ എന്തു ചെയ്യാൻ? റോമൽ നിരാശയോടെ കൈ കുടഞ്ഞുകൊണ്ട് പിറുപിറുത്തു. ബോട്ട് തിരമാലകളിൽപ്പെട്ട് ചാഞ്ചാടി മെല്ലെ നീങ്ങിക്കൊണ്ടിരുന്നു. ഒരു വഴിയുമില്ലേ? അലീന റോമലിനോട് ശബ്ദം താഴ്ത്തി ചോദിച്ചു. റോമൽ ഒന്നും മിണ്ടാതെ താഴേക്കിറങ്ങിപ്പോയി. പുറകെ ബട്ടനും പോയി. അല്പം കഴിഞ്ഞപ്പോൾ ബോണയും അലീനയും അവരെ പിന്തുടർന്നു. നിലത്ത് കൈനഖം കോറിക്കൊണ്ടിരുന്ന ഗാരിയങ്കൾ മുഖമുയർത്തി നോക്കി. ആരുമില്ല. തനിച്ചായതുപോലെ. അനന്തവിസ്തൃതമായ ആകാശവും അതിരുകൾ കാണാത്ത സമുദ്രവും. അയാൾ ഭയചകിതനായി. യാത്ര അവസാനിക്കുകയാണോ? അധ്യായം 22. ബോട്ട് കടലൊഴുക്കിൽപ്പെട്ട് എങ്ങോട്ടെന്നില്ലാതെ സാവധാനം നീങ്ങിക്കൊണ്ടിരുന്നു. ഇടയ്ക്ക് ഗാരിയങ്കളും കൂട്ടരും മേൽത്തട്ടിൽ കയറി നിന്ന് ദൂരദർശിനിയിലൂടെ നോക്കും, എവിടെയെങ്കിലും കര കാണാനുണ്ടോ എന്ന്. ഒരു പക്ഷിയെങ്കിലും പറക്കുന്നത് കാണാൻ അവർ അതിയായി ആഗ്രഹിച്ചു. കടൽ ശാന്തമായിരുന്നതിനാൽ ബോട്ട് മുങ്ങിപ്പോകുമെന്ന ഭയം വേണ്ടായിരുന്നു. കടലിൽ മീനുള്ള കാലത്തോളം നമ്മൾ പട്ടിണി കിടന്ന് മരിക്കുകയില്ല. ബട്ടൻ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ പറഞ്ഞു. മീൻപിടുത്തമായിരുന്നു അവർക്ക് ചെയ്യേണ്ടി വരുന്ന ഒരേയൊരു ജോലി. ബട്ടനും റോമലിനും പരിചയം കൊണ്ട് അത് കുറെ കൂടി എളുപ്പമായി തീർന്നു. എനിക്കിത് മടുത്തു, ബോണ പറഞ്ഞു. എൻ്റെ വായും വയറും ചീത്തയായി കഴിഞ്ഞതുപോലെ തോന്നുകയാണ്.
ഈ മീൻ തന്നെ തിന്ന് ചിലപ്പോൾ ഛർദ്ദിക്കുക പോലും ചെയ്യാറുണ്ട്. ഇതുപോലും കിട്ടാനില്ലാത്ത ഒരവസ്ഥ വന്നുകൂടുന്നില്ല. ഗാരിയങ്കിൾ താക്കീതെന്നവണ്ണം പറഞ്ഞു. നമ്മളിങ്ങനെ കടലിൽ വട്ടം കറങ്ങിയതുകൊണ്ട് എന്താണ് നേട്ടം? ഇതെത്ര കാലം നീണ്ടു നിൽക്കും? റോമൽ ആരോടുന്നില്ലാതെ ചോദിച്ചു. ഏറ്റവും ചുരുങ്ങിയത് അടുത്ത കടൽക്ഷോഭം വരെ നമ്മൾ ജീവിച്ചിരുന്നേക്കും, ഗാരിയങ്കിൾ വെളിപ്പെടുത്തി. കടൽക്ഷോഭമുണ്ടാകുമോ? അലീന സംശയത്തോടെ ഗാരിയങ്കിളിനെ നോക്കി. കടൽ എപ്പോൾ വേണമെങ്കിലും ക്ഷോഭിച്ചേക്കാം. ഇപ്പോൾ തന്നെ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ കടൽക്ഷോഭങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാലും ബോട്ട് മുങ്ങിപ്പോകണമെന്നില്ലല്ലോ. അതൊരു സാധ്യത മാത്രമല്ലേ? മുങ്ങാതിരിക്കാനും സാധ്യതയുണ്ടല്ലോ. സാധ്യതയല്ല, പ്രതീക്ഷ, അത്രയുള്ളൂ. നിയന്ത്രണമില്ലാത്ത ബോട്ടിനെ എടുത്ത് കീഴ്മേൽ മറിക്കാൻ ഒരു വൻപൻ തിരമാലയ്ക്ക് ഒറ്റ നിമിഷം മതി. അപ്പോൾ കടൽക്ഷോഭം ഉണ്ടാകാതിരിക്കാൻ പ്രാർത്ഥിക്കുക, അതേ ചെയ്യാനുള്ളൂ. ബോണ വലിയ പ്രതീക്ഷയില്ലാത്ത മട്ടിൽ പറഞ്ഞു. എനിക്ക് തോന്നുന്നത് അതിനേക്കാൾ നന്ന് കടൽക്ഷോഭിക്കുമ്പോൾ കൈ നീട്ടി അതിനോട് ശാന്തമാകാൻ കൽപ്പിക്കുന്നതാണെന്ന് ബട്ടൺ തമാശ മട്ടിൽ പറഞ്ഞു. ഈ പുതിയ ജീസസ് എവിടെയാണ് ജനിച്ചത്? അമേരിക്കയിലോ കാനഡയിലോ? അലീന പരിഹസിച്ചു. എൻ്റെ പ്രതീക്ഷ മുഴുവൻ ഏതെങ്കിലും ഒരു കപ്പൽ അധികം വൈകാതെ ഈ ദുഃഖിലൂടെ പോകുമെന്നാണ്. എന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു. കപ്പൽ ഇങ്ങോട്ട് അയക്കാൻ സന്ദേശം കൊടുത്തിട്ടുണ്ടോ? റോമൽ ദേഷ്യത്തോടെ ചോദിച്ചു. ഒരു കപ്പൽ വന്നുകൂടുന്നില്ലല്ലോ. എവിടെയെല്ലാം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്? അറ്റ്ലാന്റിക്കിലൂടെ ഒഴുകി നടന്ന ഒരു കപ്പലിലെ മുഴുവൻ ആളുകളെയും മറ്റൊരു കപ്പൽ കണ്ടെത്തി രക്ഷപ്പെടുത്തിയിട്ട് 1 വർഷം തികഞ്ഞിട്ടില്ല. അറ്റ്ലാന്റിക് പോലെയാണോ ആർട്ടിക് സമുദ്രം? അറ്റ്ലാന്റിക്കിൽ കപ്പൽ പാതകൾ ധാരാളമുണ്ട്. മാത്രമല്ല, ഒരു കപ്പൽ കേടുവന്നാലും കരയിലേക്കോ മറ്റു കപ്പലുകളിലേക്കോ SOS സന്ദേശങ്ങൾ കൊടുക്കാനുള്ള സംവിധാനങ്ങളുമുണ്ട്. നമുക്കെന്താണുള്ളത്? ബോണ നിശബ്ദയായി. സ്വന്തം തുറമുഖവും സ്വന്തം കപ്പലുകളുമുണ്ടെങ്കിലും രക്ഷയില്ല, ബട്ടൺ കൂട്ടിച്ചേർത്തു. ഒന്നാമത് ഈ ദിക്കിലൂടെ കപ്പൽപാതയില്ല. ഒരു കപ്പൽ വഴിതെറ്റി വരാനുള്ള സാധ്യത പോലുമില്ലെന്ന് ചുരുക്കം. ലൈറ്റ് ഹൗസിലേക്ക് ഇനി എത്ര ദൂരമുണ്ടാവും? അലീനയ്ക്ക് അതറിയണം. എന്തിന്? കുറച്ച് ദൂരമേ ഉള്ളുവെങ്കിൽ കടലിൽ ചാടി നീന്താനോ? റോമലിന് അടങ്ങാത്ത ദേഷ്യം. എന്തിനാണ് റോമൽ വെറുതെ രക്തം ചീത്തയാക്കുന്നത്? നമ്മൾ നടുക്കടലിൽ കിടന്ന് നട്ടം തിരിയുകയാണ്. അതങ്ങ് അംഗീകരിക്കുക. ഇവിടെ ബുദ്ധിയും ബലവും നിഷ്പ്രയോജനമാണ്. ഗാരിയങ്കിൾ ശകാരിക്കും പോലെ പറഞ്ഞു. നമ്മൾ ഏതു ദിക്കിലേക്കാണ് നീങ്ങുന്നതെന്ന് പറയാമോ? പടിഞ്ഞാറേക്ക്. നമുക്കങ്ങോട്ടല്ലല്ലോ പോകേണ്ടത്. തെക്ക് പടിഞ്ഞാറായാണ് നമ്മൾ നീങ്ങേണ്ടത്. നമുക്ക് ഈ ബോട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ഒരു ചെറിയ പാമരവും പായകളും മെനഞ്ഞുകൂടെ? ഇത്രയും വലിയ ബോട്ടിനെ വലിച്ചുകൊണ്ടു പോകാൻ പറ്റിയ പായകളിവിടെ. മാത്രമോ കടലിൽ കാറ്റുമില്ല. മണിക്കൂറിൽ 1 കിലോമീറ്റർ വേഗതയെ കിട്ടുന്നുള്ളൂവെങ്കിലും അത്രയുമായില്ലേ? നമുക്കൊന്ന് ശ്രമിക്കാമെന്ന് മാത്രം. റോമലിൻ്റെ നേതൃത്വത്തിൽ അവർ ഒത്തുചേർന്നു പണി തുടങ്ങി. ചണച്ചാക്കുകളും ക്യാൻവാസ് ഷീറ്റുകളും കട്ടിത്തുണികളും ചേർത്ത് തുന്നി ചെറിയ പായകളുണ്ടാക്കി. ബോട്ടിനുള്ളിലെ കമ്പികളും മറ്റും ഇളക്കിയെടുത്ത് അവ മേൽത്തട്ടിൽ കെട്ടിയുറപ്പിച്ചു. അതിന്മേൽ പായകൾ വലിച്ചു കെട്ടി. 2 ദിവസം അവർ ഇതിനായി പണിയെടുത്തു. കടലിൽ ചെറിയ കാറ്റുണ്ടായിരുന്നു. പണിയെടുത്തതിന് ഫലമുണ്ടായി. മണിക്കൂറിൽ 4 മൈൽ വേഗത കിട്ടുന്നുണ്ടായിരുന്നു. അതിനേക്കാളെല്ലാം പ്രധാനപ്പെട്ട സംഗതി ബോട്ടിനെ ശരിയായ ദിക്കിലേക്ക് തിരിച്ചുവിടാൻ കഴിയുന്നു എന്നതായിരുന്നു. ഗാരിയങ്കിളും റോമലും ബട്ടനും മേൽത്തട്ടിൽ തന്നെ ഇരുന്നു. ചെറിയ പായകൾക്കുള്ളിൽ എപ്പോഴും കാറ്റ് നിറഞ്ഞു വീർത്തു നിന്നു. കുറെ കൂടി ശക്തിയുള്ള കാറ്റുണ്ടായിരുന്നെങ്കിൽ ഇരട്ടി വേഗത കിട്ടുമായിരുന്നു. ഗാരിയങ്കിൾ പറഞ്ഞു. പായകൾ കീറിപ്പറത്തുന്നത്ര ശക്തിയുള്ള കാറ്റുണ്ടാവാതിരുന്നാൽ മതി. എല്ലാവരിലും നേരിയ പ്രതീക്ഷ നാമ്പെടുത്തു. മണിക്കൂറിൽ 4 മൈൽ വേഗതയുണ്ട്. ശരിയായ ദിക്കിലേക്കാണ് സഞ്ചാരം. രക്ഷയുടെ അടയാളം എവിടെയെങ്കിലും കണ്ടെത്താനിടയുണ്ട്. 3 ദിവസം അവർ വലിയ ക്ലേശങ്ങളൊന്നുമില്ലാതെ യാത്ര ചെയ്തു. ഒരു ഉച്ചതിരിഞ്ഞ നേരത്ത് ബോട്ടിന് വേഗത കൂടി തുടങ്ങി. എല്ലാവർക്കും അതിരറ്റ ആഹ്ലാദം. നല്ല കാറ്റുണ്ട്. കുടവയറന്മാരെ കണ്ടില്ലേ? വീർത്ത കാറ്റ് പായകളെ നോക്കി ബട്ടൺ ഉത്സാഹത്തോടെ പറഞ്ഞു. ബോട്ടിനും ഇരട്ടി വേഗത. ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണെന്ന് തോന്നൽ. കാറ്റിന് പിന്നെയും ശക്തി കൂടി. അതോടെ ആഹ്ലാദം ആശങ്കയ്ക്ക് വഴിമാറി. കടലിൽ വലിയ തിരമാലകൾ ഉരുണ്ടുകൂടി തുടങ്ങി. ഗാരിയങ്കിൾ നിരാശയോടെ തലയാട്ടി. പിന്നെ ഇറങ്ങി താഴേക്ക് പോയി. ബാരോമീറ്റർ ആശങ്കാജനകമാം വിധം തണുത്തു കഴിഞ്ഞിരിക്കുന്നു. പായകൾ അഴിച്ചു മാറ്റുക, അതേ ചെയ്യാനുള്ളൂ. ഗോവണിയിന്മേൽ നിന്നുകൊണ്ട് ഗാരിയങ്കിൾ ഉച്ചത്തിൽ വിളിച്ചുകൂവി. ഒപ്പം അതിശക്തമായ ഒരു കാറ്റ് അലവീശി വന്നു. ഗാരിയങ്കിളിൻ്റെ ശബ്ദത്തെ അത് വിഴുങ്ങി. പെൺകുട്ടികൾ താഴേക്ക് വേഗം, റോമൽ വിളിച്ചു പറഞ്ഞു. മേൽത്തട്ടിൽ നിൽക്കുന്നത് അപകടകരമായിരുന്നു. കാറ്റ് കടലിലേക്ക് എടുത്തെറിയുമെന്ന് തോന്നുമായിരുന്നു. പെൺകുട്ടികൾ ധൃതിയിൽ ഗോവണി ഇറങ്ങി.
ഗോവണിയുടെ പകുതി വരെ കയറി വന്ന ഗാരി അങ്കിളിന് തന്മൂലം താഴേക്ക് ഇറങ്ങേണ്ടി വന്നു. വലിയ കാറ്റാണ്, അങ്കിൾ മുകളിലേക്ക് പോകണ്ട, അലീന പറഞ്ഞു. അവരോട് പായകൾ അഴിക്കാൻ പറയണം. ഗാരി അങ്കിൾ വീണ്ടും ഗോവണി കയറി. കാറ്റ് നിമിഷങ്ങൾ കൊണ്ട് രൂക്ഷമായി തീർന്നിരുന്നു. ഗാരി അങ്കിൾ മുകൾ തട്ടിലേക്ക് തലപൊക്കി. ബട്ടനും റോമലും പായകൾ അഴിക്കാൻ ശ്രമിക്കുകയായിരുന്നു. പെട്ടെന്ന് ഒരു കാറ്റ് ആർത്തിരമ്പി വന്നു. അവിശ്വസനീയമായ വേഗതയും ശക്തിയും. മേൽത്തട്ടിലെ പായകളെ അവ ഒറ്റ നിമിഷം കൊണ്ട് കീറിപ്പറത്തി ചക്രവാളത്തിലേക്ക് ചുറ്റിക്കൊണ്ടുപോയി. പായകൾ അഴിക്കാൻ ശ്രമിച്ചിരുന്ന റോമലും ബട്ടനും താഴെ വീണു. കാറ്റിൻ്റെ ശക്തിയിൽ മേൽത്തട്ടിലൂടെ അല്പദൂരം നിരങ്ങിപ്പോയി. പായ കെട്ടിയുറപ്പിച്ച കമ്പികളിൽ പിടിച്ച് അവർ ഉടൻ എഴുന്നേറ്റു. താഴെ നിന്ന് പെൺകുട്ടികളുടെ നിലവിളി കേട്ടു. കാറ്റിനൊപ്പം വന്ന പടുകൂറ്റൻ തിര ബോട്ടിന്മേൽ അടിച്ച് മുൻപോട്ടെടുത്തെറിഞ്ഞപ്പോഴായിരുന്നു അത്. വെള്ളം മേൽത്തട്ടിലേക്ക് അടിച്ചു കയറി പരന്നൊഴുകി. കമ്പിയിൽ പിടിച്ചു കിടന്നതുകൊണ്ട് മാത്രം റോമലും ബട്ടനും കടലിലേക്ക് ഒഴുകിപ്പോകാതെ കഴിഞ്ഞു. ഗാരി അങ്കിളിന് ഏതാനും നിമിഷത്തേക്ക് ശ്വാസം വിടാൻ കഴിഞ്ഞില്ല. മേൽത്തട്ടിൽ ഉയർന്നു നിന്നിരുന്ന ശിരസിൽ ഒരു വെട്ട് കിട്ടിയതുപോലെയാണ് അയാൾക്ക് തോന്നിയത്. കഴുത്തിന് മുകളിലേക്കുള്ള ഭാഗം ഉപ്പുവെള്ളത്തിൽ കുതിർന്നു. തല മേൽത്തട്ടിൽ ഇടിക്കുകയും ചെയ്തു. പെൺകുട്ടികൾ താഴെ സ്വസ്ഥമായി ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് കാറ്റും തിരയടിയും. ബോട്ട് മുന്നോട്ട് തെറിച്ചതിനോടൊപ്പം അലീനയും ബോണയും മറിഞ്ഞടിച്ചു വീണു. എന്തൊക്കെയോ സാധനങ്ങൾ അവരുടെ മീതേക്ക് വന്ന് പതിക്കുകയും ചെയ്തു. ഗാരി അങ്കിൾ ശ്വാസം എടുത്ത ശേഷം റോമലിനോടും ബട്ടനോടും ഉറക്കെ പറഞ്ഞു, പാമരം പോയി തുലയട്ടെ, വേഗം ഇറങ്ങി വരൂ, കൊടുങ്കാറ്റ് വരികയാണ്. റോമലും ബട്ടനും വേഗം എഴുന്നേറ്റ് ഗോവണിയുടെ സമീപത്ത് വന്നു. തങ്ങളുടെ 2 ദിവസത്തെ പ്രയത്നവും പ്രതീക്ഷയും കാറ്റെടുത്തു പോയതിൽ അവർക്ക് അടക്കാനാവാത്ത ദുഃഖമുണ്ടായിരുന്നു. കാറ്റ് നിലച്ചതുപോലെ തോന്നി. സർവത്ര ശാന്തത. തിരകൾ മാത്രം പെരുകി വരുന്നുണ്ട്. ആകാശത്ത് കാർമേഘങ്ങൾ പാഞ്ഞു പോകുന്നു. അവ വളരെ താണു സഞ്ചരിച്ചു തുടങ്ങി. മേഘക്കൂട്ടങ്ങളെ കൈകൊണ്ട് തൊടാമെന്ന് തോന്നുമായിരുന്നു. പക്ഷെ കാറ്റില്ല. ചക്രവാളത്തിൽ കെട്ടിയിട്ടതുപോലെ. എന്നാൽ നിമിഷങ്ങൾക്കുള്ളിൽ കാറ്റിൻ്റെ കെട്ടഴിഞ്ഞു. അതാ വരുന്നു അവൻ. റോമൽ കടൽപ്പരപ്പിൻ്റെ അപാരതയിലേക്ക് വിരൽ ചൂണ്ടി. പായ തെറുത്തു വരും പോലെ ആ ദിക്കിലെ കടലിനെ മുഴുവൻ ചുരുട്ടിത്തെറുത്തുകൊണ്ട് കാറ്റ് വരുന്നു. ആ കടൽ ചുരുളിനപ്പുറം കടൽ നീല സ്ഫടികം പോലെ ശാന്തം. ഒറ്റയടിക്ക് നമ്മളെല്ലാം തീരാൻ പോവുകയാണ്. ബട്ടൻ ഭീതിയോടെ മന്ത്രിച്ചു. എന്നാൽ ഏതാണ്ട് 1.5 മൈൽ അകലെ വെച്ച് കാറ്റിൻ്റെ ഗതി തിരിഞ്ഞു. 3 മൈലോളം വീതിയിൽ മലയോളം ഉയരത്തിൽ പാഞ്ഞു വന്ന തിരച്ചുരുൾ 2ആയി മുറിഞ്ഞു. ഒരെണ്ണം വടക്കു ദിക്കിലേക്കും നീങ്ങി. ക്രമേണ ചെറുതായി അലിഞ്ഞുപോയി. അടുത്തതും തെക്ക് കിഴക്കൻ ദിക്കിലേക്ക് പാഞ്ഞു പോയിക്കൊണ്ടിരുന്നു. കാറ്റും തിരമാലകളും പിന്നെയും ഉണർന്നെണീറ്റു പാഞ്ഞു വരുന്നുണ്ടായിരുന്നു. ഗാരി അങ്കിളും ബട്ടനും റോമലും താഴെയെത്തി. അലീന ബോണയുടെ നെറ്റിയിലെ മുറിവ് കെട്ടുകയായിരുന്നു. മറിഞ്ഞു വീണപ്പോൾ പറ്റിയതാണ്, അലീന പറഞ്ഞു. അവളുടെ കൈമുട്ടുകളിൽ പരിക്കുണ്ടായിരുന്നു. പക്ഷേ അത് തീരെ നിസ്സാരമായിരുന്നു. ഏറ്റവും ഉറപ്പുള്ള സ്ഥാനങ്ങളിൽ മുറുകെ പിടിച്ചിരുന്നു കൊള്ളുക. ആരും നിൽക്കരുത്, കിടക്കുകയും ചെയ്യരുത്. ഗാരി അങ്കിൾ മുന്നറിയിപ്പ് നൽകി. ഏറ്റവും മോശമായ കാലാവസ്ഥ വരികയാണ്. കാറ്റും തിരകളും ബോട്ടിനെ കടിച്ച് കുടിഞ്ഞെറിഞ്ഞുകൊണ്ടിരുന്നു. ഉറപ്പുള്ള രക്ഷാസ്ഥാനങ്ങളിൽ ഓരോരുത്തർ അള്ളിപ്പിടിച്ചിരുന്നു. ഓരോ തിരയടിയിലും ക്യാബിനുള്ളിലൂടെ കടൽവെള്ളം കുതിച്ചൊഴുകി. എല്ലാവരും നന്നായി കുതിർന്നു. ചിലപ്പോൾ പിടിവിട്ട് കടൽവെള്ളത്തോടൊപ്പം ക്യാബിനിൽ അങ്ങങ്ങ് ഒഴുകി നടക്കുകയും ചെയ്തു. ഓരോ തിരമാലയും ബോട്ടിനെ എടുത്തെറിയുമ്പോൾ അവർ കരുതി ഇതോടെ അവസാനിച്ചുവെന്നും ബോട്ട് മുങ്ങിത്താഴുകയാണെന്നും. തിരയടിയേറ്റ് ബോട്ടിൻ്റെ മേൽത്തട്ട് മിക്കവാറും പൊളിഞ്ഞുപോയി. കണ്ണാടി ജനാലകൾ പാടെ തകർന്നു. എല്ലായിടത്തും കടൽ വെള്ളം മാത്രം. ബോട്ടിനുള്ളിലുണ്ടായിരുന്ന സാധന സാമഗ്രികൾ മിക്കതും തിരകൾ നക്കിയെടുത്ത് കൊണ്ടുപോയി. കാറ്റും തിരകളും കൂടി ബോട്ടിനെ എവിടേക്കോ വലിച്ചിഴിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. വെള്ളം കയറി ബോട്ട് ഒരു വശത്തേക്ക് ചരിഞ്ഞു കഴിഞ്ഞിരുന്നു. വെള്ളം കോരി മാറ്റാൻ റോമലും ബട്ടനും നടത്തിയ ശ്രമം വിഫലമായി. എല്ലാവരും അവരവരുടെ പ്രാർത്ഥന ചൊല്ലിക്കൊള്ളുക. സമയമായി, ഗാരി അങ്കിൾ പറഞ്ഞു. അടുത്ത ഭാഗം നാളെ.